മലയാളം സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓ, ഈ രാത്രി തന്നെ പോണോ എൻ്റെ ഫൽഗുനേട്ടാ? കരിമ്പടനൊക്കെ ഇറങ്ങുന്ന സമയമാണ്. സത്യഭാമ കൊഞ്ചിലോടെ പറഞ്ഞത് കേട്ട് ഫൽഗുനൻ തമ്പി അവളെ ചെറുചിരിയോടെ ഒന്ന് നോക്കി. മാങ്ങാത്തൊലി, ഇന്നേ വരെ ഞാനെങ്ങും കണ്ടിട്ടില്ല ഈ കരിമ്പടനെ. ഏതവനോ പടച്ചുവിട്ട കള്ളക്കഥയാണെന്നേ. ഈ പ്രേതഭൂത പിശാചികളെയൊന്നും കണ്ടാൽ ഭയക്കുന്നവനല്ല ഈ ഫൽഗുനൻ തമ്പി. വീരൻ തന്നെ, സത്യഭാമ അതിശയത്തോടെ അയാളെ നോക്കി പറഞ്ഞു. എൻ്റെ ചക്കരെ, പോകാൻ മനസ്സുണ്ടായിട്ടല്ല. നിന്റെ കെട്ടിയവൻ ആ കാലമാടൻ വാസു എപ്പോഴാ ജയിൽ ചാടി വരുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല. ഫൽഗുനൻ തമ്പി കട്ടിലിലിരുന്ന സത്യഭാമയുടെ അടുത്തേക്ക് ചേർന്നിരുന്നിട്ട് അവളുടെ താടയിൽ പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു. എന്നാ പോ. സത്യഭാമ പരിഭവം നടിച്ചുകൊണ്ട് പറഞ്ഞു. നീ പിണങ്ങാതെൻ്റെ പൊന്നെ. വീട്ടിലെ ആ മൂദേവിക്ക് ഉറക്ക ഗുളിക കലക്കി കൊടുത്തിട്ട് ഫൽഗുനേട്ടൻ നാളെ രാത്രി ഓടി ഇങ്ങ് വരില്ലേ? അയാൾ ശൃംഗാരത്തോടെ പറഞ്ഞു. അവളൊന്ന് കുണുങ്ങി ചിരിച്ചു. സ്ഥലത്തെ ഒരു പ്രമാണിയാണ് ഫൽഗുനൻ തമ്പി. സുന്ദരിയായ ഒരു ഭാര്യ വീട്ടിലുണ്ടായിട്ടും അയാൾക്ക് പുതിയ വാസുവിൻ്റെ ഭാര്യ സത്യഭാമയോടാണ്. വാസു നാട്ടിലെ പ്രശസ്തനായ ഒരു ഗുണ്ടയാണ്. അയാൾ ഈ അടുത്ത കാലത്ത് ഒരു കുത്തുകേസിൽ ജയിലിലായി. അതോടെ ഫൽഗുനൻ തമ്പി രാത്രികാലങ്ങളിൽ വാസുവിൻ്റെ വീട്ടിൽ വിളയാട്ടവും തുടങ്ങി. തലവഴി തോർത്തുമുണ്ടിട്ട് ഇരുട്ടിലൂടെ ഫൽഗുനൻ തമ്പി കാട്ടുവഴിയിലൂടെ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. സത്യഭാമയുടെ അംഗലാവണ്യം അയാളുടെ കൺമുന്നിൽ നിന്നും അപ്പോഴും മറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിലാവിൻ്റെ കിരണങ്ങൾ അങ്ങിങ്ങായി അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ചീവിടിൻ്റെ മുരൾച്ചയും വാവലുകളുടെ ചിറകടി ശബ്ദവും അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്നു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. സർപ്പങ്ങൾ ഇണചേരുന്ന ഗന്ധം കാറ്റിൽ നിറഞ്ഞു. ഇരുട്ടിലെവിടെയോ പൂച്ചയുടെ കരച്ചിൽ കേട്ട് തമ്പി ഒന്ന് ഞെട്ടി. കാട്ടുവഴിയുടെ രണ്ട് വശങ്ങളിൽ നിന്ന വലിയ മരങ്ങളുടെ നിഴരൂപങ്ങൾ ഭീതി പടർത്തും വിധം കാണപ്പെട്ടു. അയാൾ നടത്തം കുറച്ചുകൂടി വേഗത്തിലായി. പെട്ടെന്ന് കരിമ്പടം പുതച്ച് ആരോ കുറച്ച് മുന്നിൽ നടന്നു പോകുന്നത് തമ്പി കണ്ടു. അയാളുടെ കയ്യിലിരുന്ന് ഒരു മുറിച്ചൂട്ട് മിന്നുന്നുണ്ടായിരുന്നു. ആരാത്? വടക്കേലെ നാണുവാണോ? ഒന്ന് നിൽക്ക് നാണു, ഞാൻ ഫൽഗുനൻ തമ്പിയാ. തമ്പി ഒന്നുകൂടെ വേഗത്തിൽ അയാളുടെ അടുത്തേക്ക് നടന്നു. അംബാലികയുടെ അച്ഛന് തീരെ സുഖമില്ല. പുള്ളിയെ കണ്ടേച്ച് വരുന്ന വഴിയാ. കുറച്ച് വൈകി. ആ കരിമ്പടൻ കാവിൻ്റെ മുന്നിലൂടെ പോകാൻ ലേശം ഉത്ഭയമുണ്ടേ. കഥകൾ പലതും നാണുവിനും അറിവുള്ളതല്ലേ. അംബാലിക തമ്പിയുടെ ഭാര്യയാണ്. തമ്പി പറഞ്ഞത് കരിമ്പടം പുതച്ച ആൾ കേട്ടതായി ഭാവിക്കാതെ കയ്യിലിരുന്ന ചൂട്ട് വീശി നടന്നു. കരിമ്പടൻ കാവിൻ്റെ അടുത്തെത്തിയപ്പോൾ ഫൽഗുനൻ തമ്പിയുടെ ശരീരത്തിലൂടെ ഭയം അരിച്ചു കയറാൻ തുടങ്ങി. കരിമ്പടനൊക്കെ ഇറങ്ങുന്ന സമയമാണ്. സത്യഭാമയുടെ വാക്കുകൾ വീണ്ടും അയാളുടെ കാതുകളിൽ മുഴങ്ങി. നാണു. കരിമ്പടം പുതച്ച് മുന്നിൽ നടന്ന ആൾ കാവിനുള്ളിലേക്ക് കയറാൻ തുനിഞ്ഞതും തമ്പി ഭയത്തോടെ പതുക്കെ വിളിച്ചു. അയാളുടെ കയ്യിലിരുന്ന ചൂട്ടിലേക്ക് നോക്കിയ തമ്പി ഞെട്ടി. ചൂട്ട് പിടിച്ചിരുന്ന കയ്യിൽ നീണ്ടു കൂർത്ത നഖങ്ങൾ. പെട്ടെന്ന് അയാൾ തമ്പിയുടെ നേർക്ക് തിരിഞ്ഞു. അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിന്ന കൂർത്ത പല്ലും നീണ്ട നാവും കണ്ട് ഫൽഗുനൻ തമ്പി നിലവിളിച്ചു. അയ്യോ, കരിമ്പടൻ! തമ്പി ഭയന്നോടി. ഓട്ടത്തിനിടയ്ക്ക് തിരിഞ്ഞു നോക്കി അയാൾ അലറിക്കരഞ്ഞു. പുറകെ കരിമ്പടൻ ഓടി വരുന്നു. പെട്ടെന്ന് കരിമ്പടൻ ഒരു ആനയുടെ രൂപം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. തമ്പി സർവ്വശക്തിയുമെടുത്ത് വായനശാല വഴി ഓടി. പുറകെ ആനയും. പക്ഷെ ആനയുടെ തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റ് ഫൽഗുനൻ തമ്പി മറിഞ്ഞു വീണു. നിലത്ത് വീണ് കിടന്ന തമ്പിയുടെ നെഞ്ചിൽ ആന ചവിട്ടിയതും അയാളുടെ വായിൽ നിന്നും ചോര പുറത്തേക്കൊഴുകി. ഒന്ന് പിടഞ്ഞ ശേഷം ഫൽഗുനൻ തമ്പി നിശ്ചലമായി. കരിമ്പടനാണ് തമ്പിയെ കൊന്നതെന്ന് ഇന്നും ദേശക്കാർ വിശ്വസിക്കുന്നു. ഇതുപോലെ പേടിപ്പെടുത്തുന്ന പലതരത്തിലുള്ള കരിമ്പടൻ കഥകൾ കേട്ടാണ് ഞങ്ങൾ കുട്ടികൾ വളർന്നത്. പകൽ പോലും കരിമ്പടൻ കാവിൻ്റെ അടുത്തുകൂടി പോകാൻ ആളുകൾക്ക് ഭയമാണ്. ഫൽഗുനൻ തമ്പിയോട് ശത്രുതയുള്ള ആരോ അയാളെ തീർത്തതാ. എന്തുകൊണ്ടും ഈ കാശ് സൂക്ഷിക്കാൻ പറ്റിയ ഇടം ദേശത്തെ ആ കരിമ്പടൻ കാവ് തന്നെയാ, അഞ്ജലി ജഗത് പറഞ്ഞു. അധോലോക രാജാവായ അന്തേരി ബാബുവിനെ കൊന്നിട്ട് 500 കോടി രൂപയുമായി മുങ്ങുകയായിരുന്നു അഞ്ജലി ജഗതും സഹായിയായ അഖിലും. പിന്നെ അധോലോകത്തിൽ ചേരാൻ വന്ന അരുൺകൃഷ്ണനും. അന്തേരി ബാബുവിൻ്റെ വലം കൈയായ ഷിബു ഉണ്ണി അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അഞ്ജലിയെയും സംഘത്തെയും കണ്ടാൽ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലാൻ അയാൾക്ക് കൈകൾ തരിച്ചുകൊണ്ടേയിരുന്നു. വൈകുന്നേരത്തോടെ അഞ്ജലിയും സംഘവും ദേശത്ത് എത്തിച്ചേർന്നു. അഖിലും അരുണും കൃഷ്ണനും ടൗണിൽ ഒരു റൂം ശരിപ്പെടുത്തി. കുറേ കാലമായി അഞ്ജലി മുംബൈയിൽ നിന്ന് തറവാട്ടിലേക്ക് വന്നിട്ട് അവളുടെ സ്കോർപിയോ മുറ്റത്ത് വന്ന് നിന്നതും തറവാട്ടിലെ കുട്ടികൾ ബഹളം കൂട്ടിക്കൊണ്ട് മുറ്റത്തേക്കോടി. പാറു, കുട്ടികളും അനിയത്തിമാരുമെല്ലാം അവളെ കണ്ടപാടെ വന്ന് പൊതിഞ്ഞു. നീ വരുന്നെന്നറിഞ്ഞ് ചെറിയമ്മ നല്ല കിടുക്കാച്ചി നെയ്പ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, വാ. ചെറിയമ്മ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. എൻ്റെ കുട്ടിയോളെ, അതിനിച്ചിരി ശുദ്ധവായു കൊട്. അഞ്ജലിയെ വട്ടം ചുറ്റി നിന്ന കുട്ടികളെ ചെറിയമ്മ ശകാരിച്ചു. പൂമുഖത്തേക്ക് കയറിയപ്പോൾ അമ്മ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. എൻ്റെ കുട്ടി ആളാകെ മാറിപ്പോയി. മുടിയൊക്കെ മുറിച്ച് പാൻറ്റും പൈജാമയും ഇട്ട് ഒരു മദാമയായി എൻ്റെ പാറു, അമ്മ പരിഭവം പറഞ്ഞു. മുംബൈ പോലൊരു നഗരത്തിലല്ലേ അമ്മേ ജോലി, നമ്മൾ ആഗ്രഹിക്കാത്തത് പലതും മാറും. അത് പറഞ്ഞ് അഞ്ജലി ഒന്ന് ചിരിച്ചു. അകത്തു നിന്നും ഇറങ്ങി വന്ന അച്ഛൻ അവളോട് കുശലം പറഞ്ഞു. ബന്ധുക്കളെല്ലാം അഞ്ജലിയോട് കുശലം പറയാൻ തിരക്ക് കൂട്ടി. നാത്തൂന്മാരുടെ കുശുമ്പ് ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് അഞ്ജലിക്ക് മനസ്സിലായി. തറവാട്ടിലെ മാമ്പഴ പുളിശ്ശേരി കൂട്ടി ഊണ് കഴിച്ച ശേഷം അവൾ നടുത്തളത്തിലേക്ക് വന്ന് തൂണിൽ ചാരി പഴയ ഓർമ്മകൾ അയവിറക്കി അങ്ങനെ നിന്നു. ഊരിതണ്ടി വന്നിരിക്കണു പൊന്നു പെങ്ങള്.
ഒരു ഓട്ടക്കാലണ പോലും അവളുടെ ബാഗിലില്ല. മൂത്ത നാത്തൂൻ പറഞ്ഞത് അഞ്ജലി കേട്ടു. നീ ഇതിനിടയ്ക്ക് അവളുടെ ബാഗും തപ്പിയോ? വല്യാങ്ങളുടെ ചോദ്യം കേട്ട് അഞ്ജലിക്ക് ചിരി വന്നു. പാറു, നമുക്ക് കുളത്തിൽ കുളിക്കാൻ പോകാം. കുട്ടികൾ ഓടി വന്ന് അഞ്ജലിയോട് പറഞ്ഞു. എത്ര നാളായി തറവാട്ടിലെ കുളത്തിലൊന്ന് നീന്തി കുളിച്ചിട്ട്, അഞ്ജലി ഓർത്തു. അവൾ സമ്മതിച്ചു. രാത്രിയായി. കരിമണൻ കാവിന് സമീപം വന്നു നിന്ന സ്കോർപ്പിയോയിൽ നിന്ന് അഞ്ജലിയും അഖിലും അരുൺ കൃഷ്ണയും ഇറങ്ങി. അഖിൽ സ്കോർപ്പിയോയുടെ പിന്നിലെ സീറ്റ് ഇളക്കിയിട്ട് പണമടങ്ങിയ ബാഗ് വലിച്ചെടുത്തു. എന്നിട്ടവർ ആ ബാഗ് ഒരു പോളിത്തീൻ കവറിലാക്കി. അരുൺ കൃഷ്ണയും കൂടി ചേർന്ന് ആ ബാഗ് താങ്ങിപ്പിടിച്ചുകൊണ്ട് മൊബൈൽ ടോർച്ചിൻ്റെ വെട്ടത്തിൽ കാവിനുള്ളിലേക്ക് നടന്നു. ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അഞ്ജലിയും അവരെ അനുഗമിച്ചു. കണ്ണുകൾ ഉരുട്ടി നാവ് പുറത്തേക്ക് നീട്ടി നിൽക്കുന്ന കരിമ്പടൻ്റെ കൽപ്രതിമ കണ്ട് അഖിലും അരുൺ കൃഷ്ണയും ഒരു നിമിഷം ഭയന്നു. ആ ആൽമരത്തിൻ്റെ ഇടയ്ക്ക് ഈ ബാഗ് ഒളിപ്പിച്ചു വയ്ക്കണം. ആരുടെയും കണ്ണിൽ പെടില്ല. പിന്നെ നിങ്ങൾക്കുള്ള പങ്ക് അത് കിട്ടിയിരിക്കും. നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാൾ 10 മടങ്ങ്, അഞ്ജലി അവരോടായി പറഞ്ഞു. കുറേ കഴിഞ്ഞ് അഞ്ജലിയുടെ സ്കോർപ്പിയോ തറവാടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു. പൂമുഖത്ത് എല്ലാവരും കൂടി നിൽക്കുന്നത് അഞ്ജലി കണ്ടു. എൻ്റെ പാറു, നീ ഇതെവിടേക്കാ പോയേ? അമ്മ അവളോട് വേവലാതിയോട് ചോദിച്ചു. ഭഗവതിക്കാവ് വരെ ഒന്ന് പോയതാ അമ്മേ, അവൾ കള്ളം പറഞ്ഞു. എന്നാലും ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ നിനക്ക്? വണ്ടി എടുത്ത് ഷൂന്നൊരു പോക്ക്. സതീശൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ലായിരുന്നു, ചെറിയമ്മ അവളോട് പറഞ്ഞു. അഞ്ജലി ഒന്ന് ചിരിച്ചു. പെട്ടെന്നൊരാഗ്രഹം തോന്നി കാവിൽ പോയെന്ന് തൊഴണമെന്ന്. സതീഷേട്ടാ, ഫോണിൽ റേഞ്ച് കാണില്ല, അതാ വിളിച്ചിട്ട് കിട്ടാത്തെ, അവൾ ചെറിയമ്മയോടും നേരാംഗ്ലയോടുമായി പറഞ്ഞു. അഹങ്കാരം അല്ലാതെന്ത്, അഞ്ജലിയുടെ നാത്തൂന്മാർ അടക്കം പറഞ്ഞു. കുട്ടികൾ ചീട്ട് കളിക്കാൻ വരാൻ പറഞ്ഞ് അഞ്ജലിയുടെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. എടാ പിശാച്ചുക്കളെ, പോയി കിടന്നുറങ്ങാൻ നോക്ക്, അഞ്ജലിയുടെ വല്യാങ്ങള അയാളുടെ മക്കളെ ശകാരിച്ചു. കുട്ടികൾ ഭയന്നകത്തേക്കോടി. അസമയത്ത് ഇനി യാത്ര വേണ്ട, അഞ്ജലിയുടെ അച്ഛൻ താക്കീത് ചെയ്തു. അവൾ തലകുലുക്കി. തറവാട്ടിലെ എല്ലാവരും ഉറങ്ങിയ സമയം. ജനലിൻ്റെ അടുത്ത് എന്തോ അനക്കം കേട്ട് അഞ്ജലി പോയി ജനൽപ്പാളി വലിച്ചു തുറന്ന് പുറത്തേക്ക് എത്തി നോക്കി. പെട്ടെന്നൊരു ആനയുടെ തുമ്പിക്കൈ ജനലിലൂടെ കടന്നു വന്ന് അഞ്ജലിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. അവൾ നിലവിളിച്ചുകൊണ്ട് കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആന അതിശക്തനായിരുന്നു. അമ്മേ! ഒരലർച്ചയോടെ അഞ്ജലി ഞെട്ടി ഉണർന്നു. അതൊരു സ്വപ്നമായിരുന്നെന്ന് തിരിച്ചറിഞ്ഞ അഞ്ജലിക്ക് ആശ്വാസമായി. പാറു, എന്താ പറ്റിയേ? കതക് തുറന്നേ. എൻ്റെ കൃഷ്ണ, കുട്ടി മിണ്ടണില്ലല്ലോ, കതക് തുറക്കൂ. വാതിലിൽ ശക്തിയായി അടിച്ചുകൊണ്ട് അമ്മയും ചെറിയമ്മയും നിലവിളിക്കുന്നത് അവൾ കേട്ടു. അവൾ ചെന്ന് കതക് തുറന്നു. പുറത്ത് എല്ലാവരും അമ്പരപ്പോടെ അവളെ നോക്കി നിന്നു. എന്തിനാ എൻ്റെ കുട്ടി നിലവിളിച്ചത്? അമ്മയുടെ ചോദ്യം കേട്ട് അഞ്ജലി അവരുടെ നെഞ്ചിലേക്ക് വീണു. അവർ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. എന്തോ കണ്ട് പേടിച്ചിരിക്കണു, ചെറിയമ്മ പറഞ്ഞു. അസമയത്തല്ലേ യാത്ര, എനിക്ക് തോന്നിയിരുന്നു എന്തേലും അനർത്ഥമുണ്ടാകുമെന്ന്, അഞ്ജലിയുടെ അച്ഛൻ കുറ്റപ്പെടുത്തും വിധം പറഞ്ഞു. പാറു, ഇത് നിന്റെ മുമ്പേ ഒന്നുമല്ല, അച്ഛൻ ഓർമ്മപ്പെടുത്തും വിധം അവളോട് പറഞ്ഞു. അന്ന് രാത്രി അമ്മയും അവളോടൊപ്പം കിടന്നു. പിറ്റേന്ന് രാവിലെ അഞ്ജലിയെ പിന്തുടർന്നു വന്ന ഷിബു ഉണ്ണി തലശ്ശേരിയിൽ എത്തിച്ചേർന്നിരുന്നു. തലശ്ശേരിയിൽ നിന്നും 7-8 കിലോമീറ്റർ യാത്ര ചെയ്താൽ കോലോത്ത് ദേശം എന്ന അഞ്ജലി സാബിൻ്റെ ഗ്രാമത്തിൽ എത്തിച്ചേരാം. അഞ്ജലി സാബ് എന്നൊരു പേര് മാത്രമേ ഷിബു ഉണ്ണിക്ക് അറിയൂ. കണ്ടാൽ തിരിച്ചറിയുമെന്നല്ലാതെ അവളുടെ ഒരു ഫോട്ടോ പോലും അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അയാൾ പലരോടും അഞ്ജലി സാബിനെ പറ്റി ചോദിച്ചു. അങ്ങനെ ഒരാളെ ഒരാൾക്കും അറിയില്ലായിരുന്നു. കാരണം അഞ്ജലി സാബിൻ്റെ ശരിക്കുള്ള പേര് പാർവതി ജഗത് എന്നാണല്ലോ. ഷിബു ഉണ്ണി ദേഷ്യം കൊണ്ട് കത്തിജ്വലിച്ചു. അയാൾ തോക്കെടുത്ത് ദൂരേക്ക് ചുമ്മാ വെടിപൊട്ടിച്ചു. കൂടെയുണ്ടായിരുന്ന അനുയായികൾ ഭയന്നു. ബാബുഭായിയുടെ നെഞ്ചത്ത് ബുള്ളറ്റ് കയറ്റിയിട്ട് പുല്ല് പോലെയാണ് അവൾ കോടികളും കൊണ്ട് കടന്നു കളഞ്ഞത്. വിടില്ല ഞാൻ അവളെ, ഷിബു ഉണ്ണി ഗർജിച്ചു. ഇതേസമയം അഖിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നു. അഞ്ജലി സാബ് അറിയാതെ കാവിൽ നിന്നും പടമടങ്ങിയ ആ ബാഗ് അടിച്ചു മാറ്റുക, അതായിരുന്നു അവൻ്റെ പ്ലാൻ. കേട്ടപ്പോൾ അരുൺ കൃഷ്ണന് ഭയം തോന്നി. പദ്ധതി എങ്ങാനും പാളിയാൽ സാബ് നമ്മളെ കൊല്ലും ഭായി, അരുൺ കൃഷ്ണൻ പറഞ്ഞു. അതിനു മുൻപ് സാബിനെ നമ്മൾ കൊല്ലും, അപ്പോൾ പിന്നെ നോ പ്രോബ്ലം, അഖിൽ പറഞ്ഞു. ഒരു കൊലപാതകം ചെയ്യാതെ ആ ബാഗ് കടത്താൻ നോക്കാം. ഇന്ന് രാത്രി എന്തോന്നാ ആ കാവിൻ്റെ പേര്? കരിമ്പടൻ കാവ്. കരിമ്പടൻ കാവിൽ നിന്നും ആ ബാഗ് പൊക്കിയിരിക്കും. അഖിലിൻ്റെ വാക്കുകൾ മൂർച്ചയുള്ളതായിരുന്നു. രാത്രിയായി. പതിവ് പോലെ രാത്രി 8 മണിയായപ്പോൾ ഷൈനി റഷീദ് റഹ്മാൻ്റെ കടയിൽ നിന്നും അവളുടെ ചേച്ചിയുടെ മക്കൾക്ക് 2 പാക്കറ്റ് യപ്പി നൂഡിൽസും 1 ലെയ്സും വാങ്ങി ഓട്ടോയിലേക്ക് കയറി വീട്ടിലേക്ക് തിരിച്ചു. തലശ്ശേരിയിലെ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുകയാണ് ഷൈനി. അപ്പോൾ കരിമ്പടൻകാവിൻ്റെ സമീപത്ത് ഒമ്നി വാനിൽ വന്നിറങ്ങിയ അഖിലും അരുൺ കൃഷ്ണയും ചുറ്റുമൊന്ന് പരതിയിട്ട് കാവിലേക്ക് കയറിപ്പോയി. കാവിൻ്റെ കുറച്ച് അകലെയുള്ള മറ്റൊരു വഴിയിലൂടെയാണ് ഷൈനി വീട്ടിലേക്ക് പോകുന്നത്. കാവിൻ്റെ സമീപം ഒരു ഒമ്നി വാൻ കിടക്കുന്നത് ഷൈനിയുടെ കണ്ണിൽപ്പെട്ടു. അവൾ ഓട്ടോ തിരിച്ചു. ബാഗും എടുത്തുകൊണ്ട് അഖിലും അരുൺ കൃഷ്ണനും പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് കാവിൻ്റെ മുന്നിൽ ഒരു ആന നിൽക്കുന്നത് കണ്ട് അഖിലും അരുൺ കൃഷ്ണനും ഭയന്നുപോയി. ശക്തിയായി കാറ്റ് വീശാൻ തുടങ്ങിയത് പെട്ടെന്നായിരുന്നു. അഖിലും അരുൺ കൃഷ്ണയും ബാഗ് അവിടെ ഇട്ടിട്ട് പാതി ഇടിഞ്ഞു പൊളിഞ്ഞ കാവിൻ്റെ മതിൽ ചാടി ഓടിച്ചെന്ന് വാനിൽ കയറി. വാൻ സ്റ്റാർട്ട് ചെയ്യാൻ അഖിൽ ശ്രമം തുടങ്ങി. അപ്പോൾ ആന തുമ്പിക്കൈ ഉയർത്തി ഓടി വരുന്നത് കണ്ട് അവർ നിലവിളിച്ചു പോയി. പെട്ടെന്ന് വാൻ സ്റ്റാർട്ടായി. അഖിൽ വേഗം റിവേഴ്സ് എടുത്ത് വാൻ വെട്ടിത്തിരിച്ചു. എതിരെ വന്ന ഷൈനിയുടെ ഓട്ടോയിൽ ഇടിക്കാതെ വാൻ മിന്നൽ പോലെ കടന്നുപോയി. നിയന്ത്രണം വിട്ട ഷൈനിയുടെ ഓട്ടോ നേരെ പോയൊരു പൊന്തക്കാട്ടിൽ കയറി നിന്നു.
ഏത് നായിൻ്റെ മക്കളാ അത്? ഓട്ടോയിൽ നിന്നും ചാടി ഇറങ്ങിയ ഷൈനി അലറി. അപ്പോൾ കാവിൻ്റെ മുന്നിൽ കിടന്ന ബാഗ് അവളുടെ കണ്ണിൽപ്പെട്ടു. അമ്പരപ്പോടെ ഷൈനി ചെന്ന് ആ ബാഗ് തുറന്നു നോക്കി. ഈശ്വര, ഈ ബാഗ് നിറച്ചും കാശാണല്ലോ, അവൾ അടക്കം പറഞ്ഞു. അവൾ വേഗം ആ വലിയ ബാഗ് നിലത്തുകൂടി വലിച്ച് ഓട്ടോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമം ആരംഭിച്ചു. അപ്പോൾ കാവിനുള്ളിലെ കാഞ്ഞിര മരത്തിന് പിന്നിൽ തീക്കനൽ പോലെ 2 കണ്ണുകൾ പ്രത്യക്ഷമായി. ഷൈനി ഒരു വിധത്തിൽ ആ ബാഗ് വലിച്ചു കൊണ്ടുവന്ന് ഓട്ടോയുടെ പിന്നിലെ സീറ്റ് പിറകോട്ട് ചായച്ചു വെച്ചിട്ട് ബാഗ് കയറ്റിവെച്ചു. അപ്പോൾ കാഞ്ഞിര മരത്തിന് പിന്നിൽ നിന്ന് കരിമ്പടം പുതച്ച ആൾ ജ്വലിക്കുന്ന കണ്ണുകളോടെ ഇറങ്ങി വന്നു. കൂർത്ത പല്ലുകൾ കാട്ടി കരിമ്പടൻ ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് കരിമ്പടന്റെ ദൃഷ്ടി ഷൈനിയുടെ കയ്യിൽ കെട്ടിയിരുന്ന രക്ഷയിൽ പതിഞ്ഞു. ഷൈനി ഓട്ടോയുടെ സൈഡ് ഗ്ലാസ്സിലൂടെ കാവിൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നത് ഒരു മിന്നായം പോലെ കണ്ടു. അവൾ തിരിഞ്ഞു നോക്കിയതും കരിമ്പടൻ മതിലിനപ്പുറം താഴ്ന്നു പോയി. അവൾ പെട്ടെന്ന് ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ ഓട്ടിച്ചു. ഇതേസമയം അഞ്ജലി റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി തെക്കിനിയിലേക്ക് നടന്നു. അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ ഫോണെടുത്ത് അഖിലിനെ വിളിച്ചു. 1-2 വട്ടം റിങ് ചെയ്ത് നിന്ന ശേഷം വീണ്ടും ട്രൈ ചെയ്തപ്പോഴാണ് അഖിൽ കോൾ എടുത്തത്. നീ ഇത് എവിടെയാ? എത്ര നേരം കൊണ്ട് വിളിക്കുക? ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഇന്ന് രാത്രി 12 മണിക്ക് കാവിൽ നിന്ന് ആ ബാഗ് എടുക്കണം, അഞ്ജലി പറഞ്ഞു. അഖിലിൻ്റെ കണ്ണുകളിൽ ഭയം ഉറഞ്ഞുകൂടി. ഫോണിരുന്ന് അവൻ്റെ കൈ വിറച്ചു. ഓക്കെ സാർ, വിറയാർന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ഇന്ന് രാത്രി 12 മണിക്ക് കാവിൽ നിന്നും ബാഗ് എടുക്കണമെന്നോ? ഷോ, അഖിൽ അരുൺ കൃഷ്ണനോട് പറഞ്ഞു. ആ ബാഗ് അവിടെ തന്നെ കിടന്നാൽ മതിയായിരുന്നു, അരുൺ കൃഷ്ണൻ ഭീതിയോടെ പറഞ്ഞു. ഇതേസമയം വീട്ടിലെത്തിയ ഷൈനി ആ ബാഗ് വിറകുപുരിയിൽ ഒളിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവളുടെ മുഖത്തെ പരിഭ്രമം അമ്മയും ചേച്ചിയും ചോദ്യം ചെയ്യുകയുണ്ടായി. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞുമാറി. മുറിയിൽ കയറി വാതിലടച്ച ശേഷം ഷൈനി റഷീദ് റഹ്മാനെ വിളിച്ച് ആ പണമടങ്ങിയ ബാഗിനെപ്പറ്റി പറഞ്ഞു. റഷീദ് റഹ്മാനും ഷൈനിയും ബാല്യകാല സുഹൃത്തുക്കളും സഹപാഠികളുമായിരുന്നു. അതുകൊണ്ടാണ് അവൾ റഷീദിനോട് ഈ വിവരം പറഞ്ഞത്. എൻ്റെ കഷ്ടപ്പാട് കണ്ട് ഭൂതങ്ങൾ തന്ന നിധിയാ അത്. ഇജ് അത് ആരോടും പറയാൻ നിൽക്കണ്ട, റഷീദ് റഹ്മാൻ പറഞ്ഞു. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഇജ് പേടിക്കാണ്ടിരി, ഭൂതങ്ങൾ തന്ന നിധിക്ക് അവകാശം പറഞ്ഞുകൊണ്ട് ഒരു ജിന്നും വരൂല, റഷീദ് റഹ്മാൻ ഉറപ്പിച്ച് പറഞ്ഞു. 11:30 കഴിഞ്ഞ് അഞ്ജലി തറവാട്ടിൽ നിന്നും പുറത്തു കടന്നു. സ്കോർപ്പിയോ ന്യൂട്രലാക്കി അവൾ മുന്നോട്ട് നീങ്ങി. തലശ്ശേരിയിൽ ചെന്ന് അഖിലിനെയും അരുൺ കൃഷ്ണനെയും കൂട്ടി അവൾ കരിമ്പടൻ കാവിലേക്ക് പാഞ്ഞു. അഖിലും അരുൺ കൃഷ്ണനും ഭയന്ന് വണ്ടിയിൽ മിണ്ടാതിയിരുന്നു. കാവിലെ ആൽമരത്തിൻ്റെ വേരുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ബാഗ് അപ്രത്യക്ഷമായിരിക്കുന്നത് കണ്ട് അഞ്ജലി വേവലാതിപ്പെട്ടു. അഖിലേ, ആ ബാഗ് കാണുന്നില്ല, അഞ്ജലി സാബ് പരിഭ്രമത്തോടെ പറഞ്ഞത് കേട്ട് അഖിൽ ഭീതിയോടെ അരുൺ കൃഷ്ണനെ ഒന്ന് നോക്കി. സാബ്, ഞങ്ങളോട് ക്ഷമിക്കണം. അഞ്ജലി അവനെ അമ്പരപ്പോടെ നോക്കി. കുറേ നേരം മുമ്പ് പണം അടിച്ചു മാറ്റാൻ ശ്രമം നടത്തിയ കാര്യം അഖിൽ തുറന്നു പറഞ്ഞു. അത് കേട്ട് അഞ്ജലി ഒന്ന് ഞെട്ടി. ആ ബാഗ് ആരെടുത്തോണ്ട് പോയെന്ന് ഞങ്ങൾക്കറിയില്ല സാബ്. ഒറ്റയാനെ കണ്ട് ഞങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു, അഖിൽ കരയും വിധം പറഞ്ഞു. പണ്ട് മുതലേ നിനക്ക് കുരുട്ട് ബുദ്ധിയാ, അഖിലിനെ നോക്കി അഞ്ജലി ഗർജിച്ചു. അന്തേരി ബാബുവിൻ്റെ ദർബാറിൽ കടന്ന് അവൻ്റെ നെഞ്ചിലെ വെടി പൊട്ടിച്ച് 500 കോടിയും കൊണ്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ രായ്ക്ക് രാമാനെ കടന്നവളായി ഈ അഞ്ജലി. എനിക്ക് നിങ്ങൾ 2 പേരെയും കൊല്ലുക എന്നത് ഒരു പൂ പറിക്കുന്നത് പോലെയുള്ളൂ. അഞ്ജലിയുടെ വാക്കുകളിൽ തീ പടർന്നിരുന്നു. പെട്ടെന്ന് അവളുടെ കയ്യിലെ ഗൺ കണ്ട് അരുൺ കൃഷ്ണൻ ഞെട്ടി. അയ്യോ, എന്നെ കൊല്ലല്ലേ സാബേ, എല്ലാം ഈ കൊടക്കമ്പിയുടെ പ്ലാനിങ്ങാ, അരുൺ കൃഷ്ണൻ നിലവിളിച്ചു പോയി. നിങ്ങൾക്കറിയോ, ബാബയുടെ മകനെ രക്ഷിക്കാനാണ് ആ പണം. ബാബയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് അത് വെറും പാഴ്വാക്കായി. എല്ലാം നിങ്ങൾ കാരണമാ, അഞ്ജലി രോഷം കൊണ്ടു. അഞ്ജലി മുംബൈയിൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കാലം. ഒരു ദിവസം അവളുടെ ഫ്ലാറ്റിനടുത്ത് നടന്ന ഒരു കൊലപാതകത്തിന് അവൾ സാക്ഷിയാക്കേണ്ടി വന്നു. അവൾ അത് പോലീസിനോട് പറഞ്ഞു. അന്തേരി ബാബുവിൻ്റെ ആളുകളായിരുന്നു അത് ചെയ്തത്. കൊലപ്പെട്ടത് ബാബ എന്ന് വിളിപ്പേരുള്ള മറ്റൊരു അണ്ടർവേൾഡ് കിങ്ങായ രൂപേഷ് കൈലാസിൻ്റെ വലം കൈയായിരുന്നു. അഞ്ജലി കാരണം അന്തേരി ബാബുവിന് കേസിൽ നിന്നും തലയൂരാൻ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വന്നു. അതുകൊണ്ട് അയാൾ അഞ്ജലിയെ വകവരുത്താൻ തന്നെ തീരുമാനിച്ചു. അയാളുടെ ആളുകൾ അഞ്ജലിയെ പിന്തുടർന്നു. ബാബുവിൻ്റെ തോക്കിന് മുന്നിൽ നിന്ന് അഞ്ജലിയെ രക്ഷിച്ചത് രൂപേഷ് ബാബയാണ്. അധോലോകത്തേക്കുള്ള അഞ്ജലിയുടെ ചുവടുവയ്പ് അവിടെ തുടങ്ങുകയായിരുന്നു. അന്തേരി ബാബുവിൻ്റെ കളികൾ ശക്തമായതോടെ രൂപേഷ് ബാബയുടെ സാമ്രാജ്യങ്ങൾ ഓരോന്നായി തകർന്നടിയാൻ തുടങ്ങി. ബാബയുടെ ജീവിതം ധാരാവിയിലെ ഒരു ചേരിയിലേക്ക് ഒതുങ്ങി. കൊടുക്കാനുള്ള കാശിൻ്റെ പേരിൽ ഒരു മാർവാടി ബാബയുടെ ഒരേ മകനായ ജിഷ്ണുവിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവനെ വിട്ടുകിട്ടണമെങ്കിൽ 100 കോടി രൂപ മാർവാടിക്ക് കൊടുക്കണം. അഞ്ജലി പറഞ്ഞത് കേട്ട് അഖിലും അരുൺ കൃഷ്ണയും തരിച്ചു നിന്നുപോയി. പറയും, ആ കാശ് നിങ്ങൾ എന്തു ചെയ്തു? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ തീർക്കും രണ്ടിനെ, അഞ്ജലി ഗർജിച്ചു. സാബ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആനയെ കണ്ട് ഭയന്നോടിയ ഞങ്ങൾ ഇവിടെ ബാഗ് കളഞ്ഞിട്ടാ പോയത്. ബാഗ് വേറെ ആരുടെയോ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ കണ്ടെത്തും, ഷുവർ സാബ്, അഖിൽ പറഞ്ഞു. അഞ്ജലി അവളുടെ കയ്യിലിരുന്ന തോക്ക് അഖിലിൻ്റെ കയ്യിലേക്ക് ബലമായി വെച്ചു കൊടുത്തു. ഇതിരിക്കട്ടെ, ആ ബാഗ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വയം വെടിവെച്ച് മരിച്ചേക്കണം. ചുമ്മാ എന്നെക്കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിക്കരുത്, അഞ്ജലി തീർത്തും പറഞ്ഞു. തറവാട്ടിൽ മടങ്ങിയെത്തിയ അഞ്ജലിക്ക് അന്ന് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. ആ 500 കോടി നഷ്ടപ്പെട്ടാൽ ബാബയുടെ മകനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, തീർച്ച. മാർവാടി അവനെ കൊന്നു വല്ല കായലിലും തള്ളും. ആ ക്യാഷ് ആരുടെ കയ്യിലായിരിക്കും ഇപ്പോൾ? അതോ അഖിൽ ഡ്രാമ കളിക്കുകയാണോ? ചിന്തകൾ അഞ്ജലിയെ അലോസരപ്പെടുത്തി.
പിറ്റേന്ന് ഷൈനി റഷീദ് റഹ്മാൻ്റെ കടയിലെത്തി നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നത് അന്നാ കാറിൽ വന്നവന്മാരുടെ ആ കാശെന്നാണ്. അവന്മാർ പിന്നെന്തിനാ കാശും കളഞ്ഞിട്ട് റോക്കറ്റ് വിട്ടതുപോലെ പോയതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഷൈനി ആകാംക്ഷയോടെ റഷീദിനോട് പറഞ്ഞു. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടി ചുമ്മാ ബേജാറാവണ്ട. അവന്മാരേതോ വേട്ടാവളിയന്മാർ വല്ല കള്ളോ കഞ്ചാവോ തപ്പി വന്ന് പോലീസിൻ്റെ വായി കയറി വേരണ്ട് ഓടിയതാവും. റഷീദ് ചുറ്റും നോക്കിയിട്ട് ലാഘവത്തോടെ പറഞ്ഞു. ആ കാശ് കുറച്ച് ദിവസം ആരുടെയും കണ്ണിൽപ്പെടാതെ നീ സൂക്ഷിക്കണം. കാശ് വിറകുപുരയിൽ. പതുക്കെ, ഷൈനി ഉറക്കെ പറഞ്ഞപ്പോൾ റഷീദ് അവളെ വിലക്കി. കാശ് വിറകുപുരയിൽ സേഫായി വെച്ചിട്ടുണ്ട്, ആരും കാണില്ല. ഷൈനി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ചേച്ചി, ഒരു ഓട്ടം പോകൂ. പെട്ടെന്നൊരു പയ്യൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. രാമനാട്ടുകര വരെ, പയ്യൻ പറഞ്ഞു. കയറ് റഷീദേ, അപ്പോൾ ഓക്കെ. ഷൈനി ഓട്ടോയിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി തിരിച്ചു. അഞ്ജലിയുടെ തറവാട്. തലശ്ശേരി ടൗണിലെ ATMൽ പോകാൻ ഇറങ്ങി അഞ്ജലിയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് അവളുടെ വല്യാങ്ങളുടെ മക്കളായ ചക്കിയും ശങ്കരനും വാശി പിടിച്ചു. അഖിലിനെയും അരുൺകൃഷ്ണനെയും കാണാനായിരുന്നു അഞ്ജലി കള്ളം പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ കുട്ടികൾ വാശി പിടിച്ചതോടെ അവൾക്ക് അവരെയും ഒപ്പം കൂട്ടേണ്ടി വന്നു. ടൗണിലേക്കുള്ള യാത്രയിൽ എതിരെ വന്ന ഷൈനിയുടെ ഓട്ടോയ്ക്ക് സൈഡ് കൊടുക്കുന്നതിനിടയ്ക്ക് അഞ്ജലിയുടെ സ്കോർപിയോ ഓട്ടോയിൽ തട്ടി. പെട്ടെന്ന് ഷൈനി ഓട്ടോ റിവേഴ്സ് എടുത്ത് സ്കോർപിയോയ്ക്ക് വട്ടം വെച്ചു. എവിടെ നോക്കിയാടി വണ്ടി ഓട്ടിക്കുന്നത്? ഓട്ടോയിൽ നിന്നും ചാടി ഇറങ്ങിയ ഷൈനി കൃപ്തയായി. നിന്റെ കണ്ണത്ത മാനത്തോ? മുഖത്തിരുന്ന കറുത്ത കൂളിംഗ് ഗ്ലാസ് തലയിലേക്ക് കയറ്റി വെച്ചിട്ട് അഞ്ജലിയും ശോഭിച്ചു. ആഹാ, വണ്ടി കൊണ്ടുവന്ന് കയറ്റിയതും പോരാ, മെക്കിട്ട് കയറാൻ വരുന്നു. ഷൈനി കാക്കി ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് തെറുത്ത് കയറ്റി വെച്ചിട്ട് ദേഷ്യത്തോട് ചോദിച്ചു. എടുത്തു മാറ്റിയിട്ട് നിന്റെ പാട്ട വണ്ടി. അഞ്ജലി കോപം കൊണ്ട് തിളച്ച മട്ടായി. എൻ്റെ ഓട്ടോൻ്റെ പെയിൻറ്റ് പോയിട്ടുണ്ട്, അതിൻ്റെ കാശ് തരാതെ നീയല്ല ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാലും ഈ ഷൈനി ഓട്ടോ മാറ്റുന്ന പ്രശ്നമില്ല. സംഘർഷാവസ്ഥ കണ്ട് ചക്കിയും ചങ്കരനും ഭയന്നു. ഹോ എടി അലവലാതി, ഞാൻ ആരാണെന്ന് നിനക്കറിയാൻ മേലേ? അഞ്ജലി ഷൈനിക്ക് നേരെ വിരൽ ചൂണ്ടി. എടി ഊളെ, നീ ആരായാലും എനിക്കെന്താ? ഷൈനി ഒട്ടും വിട്ടുകൊടുത്തില്ല. രാമനാട്ടുകരയിൽ പോകാൻ ഓട്ടോയിൽ കയറിയ പയ്യൻ മൊബൈലിൽ അവരുടെ വഴക്ക് ഷൂട്ട് ചെയ്ത് രസിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു പോലീസ് ജീപ്പ് അവിടെ വന്നു നിന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങിയ SI റിജേഷ് അവരുടെ അടുത്ത് വന്ന് കാര്യം തിരക്കി. എനിക്ക് കാശ് കിട്ടണം, ഷൈനി തീർത്തും പറഞ്ഞു. മാഡം, ഓട്ടോയുടെ പെയിൻറ്റ് പോയിട്ടുണ്ട്, ഇതൊരു ഇഷ്യൂ ആക്കാതെ കാശ് കൊടുത്ത് ഒഴിവാക്കുക, SI വിജേഷ് അഞ്ജലിയോട് പറഞ്ഞു. ഷൈനിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അഞ്ജലി ഡാഷ്ബോർഡ് തുറന്നു. 500-ന്റെ 2 നോട്ടുകൾ എടുത്തു. വിജേഷ് ആ ക്യാഷ് വാങ്ങി ഷൈനിയെ ഏൽപ്പിച്ചു. നമ്മൾ ഇനിയും കാണേണ്ടി വരും, അഞ്ജലി ഷൈനിയെ നോക്കി പറഞ്ഞുകൊണ്ട് കണ്ണട നേരെ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. SIക്ക് നന്ദി പറഞ്ഞ് ഷൈനിയും പോയി. കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അഖിലിനെയും അരുൺകൃഷ്ണയെയും കാണാൻ അഞ്ജലി പോയില്ല. ATMൽ നിന്ന് ഇറങ്ങി വന്ന് വണ്ടിയിൽ കയറുന്ന അഞ്ജലി സാബിനെ കുറേ ദൂരത്തായി കിടന്നിരുന്ന ഒരു കാറിലിരുന്ന് ഷിബു ഉണ്ണി കണ്ടു. ഗോ ഗോ ഗോ. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഉണ്ണികൃഷ്ണനോട് ഷിബു ഉണ്ണി ധൃതിയിൽ പറഞ്ഞു. ഹലോ, നോ പാർക്കിംഗ് സ്ഥലത്താണോ കാർ കൊണ്ടുവന്നിടുന്നത്? SI വിജയ് ഷിബു ഉണ്ണിയുടെ കാറിനുള്ളിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. താൻ പോടോ. ഉടനെ ഷിബു ഉണ്ണി വിജേഷിനോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണ കാർഡ്. ഷിബു ഉണ്ണി ഉച്ചവച്ചു. അപ്പോഴേക്കും അഞ്ജലിയുടെ സ്കോർപിയോ പോയി കഴിഞ്ഞിരുന്നു. കള്ള മക്കളെ, ഇറങ്ങടാ വെളിയിൽ. വിജേഷ് ശോഭിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഉണ്ണികൃഷ്ണൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് വലിച്ചപ്പോൾ ഡോർ തുറന്ന് ഉണ്ണികൃഷ്ണൻ റോഡിലേക്ക് വീണു. അന്ന് രാത്രി ഷൈനി റഷീദിനെ വിളിച്ച് ഒരു കാർ വാങ്ങിയാൽ എങ്ങനെയിരിക്കുമെന്ന് ചോദിച്ചു. തലശ്ശേരി ടൗണിലാണെങ്കിൽ ടാക്സി കാർ കിട്ടാനേ ഇല്ല, നീ ഓട്ടോ വിറ്റിട്ട് കാർ എടുക്ക്, നല്ല ഓട്ടം കിട്ടും, റഷീദ് പറഞ്ഞു. അയ്യേ, ടാക്സി കാർ അല്ല മാഷേ, എനിക്കൊന്ന് കറങ്ങാനാ, ബെൻസ് എടുത്താലോ എന്നാ. ബെൻസോ? ബെൻസിനൊക്കെ എത്രയാണ് വിലയെന്ന് നിനക്കറിയാമോ? 19 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. അതിനെന്താ, വിറകുപുരയിലിരിക്കുന്ന ബാഗിൽ അതിൻ്റെ 100 ഇരട്ടി ക്യാഷ് ഉണ്ടെന്ന് എനിക്കുറപ്പാണ്. ഷൈനി അത് പറഞ്ഞപ്പോൾ ജനാലിനപ്പുറം പതുങ്ങി നിന്ന സ്ഥലത്തെ കുപ്രസിദ്ധ കള്ളനായ സയ്യിദിൻ്റെ കണ്ണുകൾ തിളങ്ങി. വിറകുപുരയിലെ കാശോ? സാധാരണ മല്ലിപ്പൊടി ഡപ്പിയിലെയും അരിക്കലത്തിലുമാണല്ലോ ക്യാഷ് വയ്ക്കാറ്, ചിലക്കളി ലൊക്കേഷൻ മാറ്റിയോ? സയ്യിദ് മന്ത്രിച്ചു. ഷൈനി റഷീദിനോട് കാർ വാങ്ങുന്ന കഥയും പറഞ്ഞിരുന്ന നേരം കള്ളൻ സയ്യിദ് വിറകുപുരയിൽ നിന്ന് ബാഗ് തലയിൽ ഏറ്റി നടന്നു കഴിഞ്ഞിരുന്നു. സയ്യിദ് കരിമ്പടൻ കാവിൻ്റെ മുന്നിലൂടെയുള്ള വഴിയെ നടന്നു. കാരണം ആ വഴി അസമയത്ത് ആരും വരില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഒന്നുറപ്പാ, ആ ചെല്ലക്കിളി ഏവനെയോ തട്ടിയിട്ട് അടിച്ചു മാറ്റിയ കാശായത്. ഈ ആഴ്ച രാജയോഗമാണെന്ന് ആഴ്ചപ്പതിപ്പിൽ എഴുതി വെച്ചത് വെറുതെ ആയില്ല. ബാഗും തലയിൽ വെച്ച് നടക്കുന്നതിനിടയ്ക്ക് സയ്യിദ് അടക്കം പറഞ്ഞുകൊണ്ടിരുന്നു. കാവിൻ്റെ അടുത്ത് എത്താറായപ്പോഴേക്കും പുറകിൽ നിന്നും ഒരു ചങ്ങലക്കിലുക്കം സയ്യിദ് കേട്ടു. അവൻ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. വീണ്ടും ചങ്ങല കിലുങ്ങാൻ തുടങ്ങി. സയ്യിദ് ഒരു വിധത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി. കുറച്ചകലിൽ നിന്നും ഒരു ആന നടന്നു വരുന്നത് അവൻ കണ്ടു. കള്ളൻ സയ്യിദിൻ്റെ കണ്ണുകളിൽ ഭയം ഉറഞ്ഞുകൂടി. പെട്ടെന്ന് ആന അലറിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നതും തലയിലിരുന്ന ബാഗ് വഴിയിലിട്ടേച്ച് അവൻ നിലവിളിച്ചു കൊണ്ടോടി. പുറകെ ആനയും. ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയ സയ്യിദ് കണ്ടത് ആനയ്ക്ക് പകരം കരിമ്പടം പുതച്ച ഒരാൾ പുറകെ ഓടി വരുന്നതാണ്. സർവ്വശക്തിയും സംഭരിച്ച് അവൻ ഓടി. കരിമ്പടൻ അടുത്തെത്തിയതും സയ്യിദ് ഒരു കാട്ടുവള്ളിയിൽ തൂങ്ങിയാടി ദൂരേക്ക് കുതിച്ചുപോയി.
അപ്പോൾ അകലെ നിന്നും അഞ്ജലിയുടെ സ്കോർപിയോ അതുവഴിയെ വരികയായിരുന്നു. വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെട്ടം കണ്ട കരിമ്പടൻ അവിടെ നിന്ന വലിയൊരു മരത്തിന്റെ പിന്നിലേക്ക് മറഞ്ഞു. വഴിയുടെ നടുക്ക് ബാഗ് ഇരിക്കുന്നത് കണ്ട് അഞ്ജലി അമ്പരന്നുപോയി. അവൾ വണ്ടി നിർത്തിയിട്ട് ചാടി ഇറങ്ങി. എൻ്റെ ബാഗ്! ദൈവമേ, ഇതാരാ ഈ റോഡിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് വെച്ചത്? അവൾ വ്യാകുലതയോടെ പറഞ്ഞുകൊണ്ട് ചുറ്റുമൊന്ന് നോക്കി. എന്നിട്ട് ബാഗ് തുറന്നു നോക്കി അഞ്ജലിയുടെ ശ്വാസം നേരെ വീണു. കാശ് ഭദ്രമായി തന്നെ അതിനുള്ളിലുണ്ടെന്ന് അവൾക്ക് ബോധ്യമായി. പെട്ടെന്ന് അവിടെ ഷിബു ഉണ്ണിയുടെ കാർ വന്ന് നിന്നു. കാറിൽ നിന്ന് ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും ഇറങ്ങി. അവരെ കണ്ട് അഞ്ജലി ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ബാബുഭായിയെ തട്ടിയിട്ട് അയാളുടെ കാശും കൊണ്ട് കടന്നു കളഞ്ഞ മിടുമിടിക്കുക നീ. ഐ അപ്രിഷ്യേറ്റ് യു. ബട്ട് എൻ്റെ പദ്ധതികളാണ് നീ ആ രാത്രി തുളിച്ചത്. ഷിബു ഉണ്ണി പറഞ്ഞത് അഞ്ജലിക്ക് മനസ്സിലായില്ല. അവൾ അയാളെ തുറിച്ചു നോക്കി. ബാബുഭായിയെ വകവരുത്തി ആ കാശ് കൈക്കലാക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ നീ എന്തായാലും എനിക്ക് ഈ പണി കുറഞ്ഞല്ലോ. സോ ആ ക്യാഷ് ഇങ്ങ് തന്നേക്കൂ മോളുസേ. ഷിബു ഉണ്ണി പറഞ്ഞു. നോ. അഞ്ജലി എതിർത്തു. ഉണ്ണികൃഷ്ണ, പോയ ബാഗ് എടുത്ത് വണ്ടിയിൽ വയ്ക്കേ, ഷിബു ഉണ്ണി നിർദ്ദേശിച്ചു. ഉണ്ണികൃഷ്ണൻ ബാഗ് എടുക്കാനായി അഞ്ജലിയുടെ അടുത്തേക്ക് നടന്നു. അഞ്ജലി അവനെ നേരിടാൻ തയ്യാറായി നിന്നു. അടുത്തെത്തിയ ഉണ്ണികൃഷ്ണനെ അഞ്ജലി തടഞ്ഞു. അവൻ കൈ നിവർത്തി അഞ്ജലിയുടെ കരണത്തടിച്ചു. അവൾ കറങ്ങി നിലത്ത് വീണു. ഉണ്ണികൃഷ്ണൻ ആ ബാഗ് റോഡിലൂടെ കാറിൻ്റെ അടുത്തേക്ക് വലിച്ചു കൊണ്ട് പോകാൻ തുടങ്ങി. പെട്ടെന്ന് നിലത്ത് നിന്നും ചാടി എഴുന്നേറ്റ അഞ്ജലി അവനെ ചാടിച്ചവിട്ടി. മറിഞ്ഞു വീണ ഉണ്ണികൃഷ്ണൻ്റെ തലയ്ക്കിട്ട് അഞ്ജലി അവിടെ കിടന്നൊരു കല്ലെടുത്ത് ഇടിച്ചു. അത് കണ്ട ഷിബു ഉണ്ണി പാഞ്ഞു വന്ന് കാലുയർത്തി അഞ്ജലിയെ ചവിട്ടി. തെറിച്ചുപോയ അഞ്ജലി കാവിനുള്ളിൽ ചെന്ന് കരിമ്പടൻ്റെ കൽപ്രതിമയിൽ നെറ്റിയിടിച്ച് വീണു. ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും ചേർന്ന് ബാഗ് വലിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് അഞ്ജലിയുടെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങി. പെട്ടെന്ന് കാറ്റ് ശക്തിയായി ആഞ്ഞു വീശുവാനും തുടങ്ങി. എവിടെ നിന്നോ നായ്ക്കൾ ഓരിയിടാൻ ആരംഭിച്ചു. അവൾ കാവിൽ നിന്ന് ഒരലർച്ചയോടെ ഓടി വന്ന് ഷിബു ഉണ്ണിയുടെയും ഉണ്ണികൃഷ്ണൻ്റെയും കഴുത്തിൽ 2 കൈകൊണ്ടും കുത്തിപ്പിടിച്ച് അവരെ മുകളിലേക്ക് ഉയർത്തി. അഞ്ജലിയുടെ വായിൽ നിന്നും പുറത്തേക്ക് നീണ്ടുവന്ന കൂർത്ത പല്ലുകൾ കണ്ട് അവർ ഉറക്കി അലറിക്കരയാൻ തുടങ്ങി. അഞ്ജലി അവരെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മരങ്ങളുടെ മുകളിലൂടെ പറന്നുപോയി കാട്ടിൽ വീണ ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും കുറേ ദൂരം നിലത്തുകൂടെ താഴേക്ക് ഉരുണ്ടുരുണ്ടുപോയി. നിലവിളിയോടെ അവർ ചാടി എഴുന്നേറ്റ് കാട്ടിലൂടെ ഓടി. പുറകെ കൊടുങ്കാറ്റ് പോലെ അഞ്ജലിയും ഓടി വരുന്നുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണനാ, അത് പ്രേതമാടാ, ഷിബു ഉണ്ണി വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണുപോയി. ഷിബു ഉണ്ണി തിരിഞ്ഞോടി വന്ന് കിണറ്റിലേക്ക് എത്തി നോക്കി. അപ്പോൾ ഒരാനയുടെ അലർച്ച കാടിനെ പ്രകമ്പനം കൊള്ളിച്ചു. ഷിബു ഉണ്ണി ഒരു കാട്ടുവള്ളി വലിച്ചു പറിച്ച് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടുകൊടുത്തു. വേഗം കയറണ്ട ഉണ്ണികൃഷ്ണ, ഷിബു ഉണ്ണി വിളിച്ചു പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ വള്ളിയിൽ പിടിമുറുക്കി. ഷിബു ഉണ്ണി ഏറെ പണിപ്പെട്ട് അവനെ വലിച്ചു കയറ്റുവാൻ തുടങ്ങി. പക്ഷേ കാട്ടുവള്ളിയിൽ പിടിച്ച് കിണറ്റിൽ നിന്ന് കയറി വരുന്നത് അഞ്ജലിയായിരുന്നു. കൂർത്ത പല്ല് കാട്ടി ഷിബു ഉണ്ണിയെ നോക്കി അവൾ പൈശാചികമായി ചിരിച്ചു. ഷിബു ഉണ്ണി അലറിക്കരഞ്ഞുകൊണ്ട് വള്ളിയിലെ പിടിവിട്ടു. അഞ്ജലി കിണറ്റിലേക്ക് പോയി വീണ ശബ്ദം അയാൾ കേട്ടു. പെട്ടെന്ന് കുറച്ചു ദൂരെ നിന്നും ഒരു ചിരി മുഴങ്ങി. ചിരി കേട്ട ദിക്കിൽ ഷിബു ഉണ്ണി നോക്കി. അയാൾ ഞെട്ടിപ്പോയി. അവിടെ അതാ അഞ്ജലി കയ്യിലൊരു ചൂട്ടും പിടിച്ചു നിൽക്കുന്നു. ഷിബുഭായ്, ഷിബുഭായ്. കിണറ്റിനുള്ളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ്റെ ശബ്ദം മുഴങ്ങുന്നത് കേട്ട ഷിബു ഉണ്ണി എന്തു ചെയ്യണമെന്നറിയാതെ വിരണ്ടുപോയി. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിന്ന അഞ്ജലി പെട്ടെന്ന് ഒരു ആനയുടെ രൂപം പ്രാപിച്ചു. ഭയന്നു പോയ ഷിബു ഉണ്ണി രക്ഷപ്പെടാൻ മറ്റ് മാർഗമില്ലെന്ന് കണ്ട് ആ പൊട്ടക്കിണറ്റിലേക്ക് എടുത്തു ചാടി. പെട്ടെന്ന് അഞ്ജലിയുടെ ശരീരത്തിൽ നിന്നും കരിമ്പടൻ പുറത്തു കടന്ന് എവിടെയോ മറഞ്ഞു. സ്വബോധം തിരിച്ചു കിട്ടിയ അഞ്ജലി ഭയന്നോടി അവളുടെ കാറിൻ്റെ അടുത്തെത്തി. കാറിൽ നിന്നും ഫോൺ എടുത്ത് അഖിലിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അഖിലും അരുൺകൃഷ്ണനും അവിടെ എത്തിച്ചേർന്നു. അവർ ബാഗ് അഞ്ജലിയുടെ വണ്ടിയിൽ എടുത്തു വച്ചു. ഈ ക്യാഷ് ഞാനെൻ്റെ തറവാട്ടിൽ സൂക്ഷിച്ചോളാം, അഞ്ജലി അഖിലിനോടും അരുൺകൃഷ്ണനോടും പറഞ്ഞു. എന്നിട്ട് അവൾ സ്കോർപിയോ സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞുപോയി. ഭയത്തോടെ ചുറ്റുമൊന്ന് നോക്കിയിട്ട് അഖിൽ ഓടിപ്പോയി വാനിൽ കയറി. പുറകെ അരുൺകൃഷ്ണനും. പിറ്റേന്ന് ഷൈനി അവളുടെ ചേച്ചിയെയും കൊച്ചിനെയും കൊണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു. ഫാർമസിയിൽ നിന്നും മരുന്നും വാങ്ങി വരുന്ന വഴി ഒരു വാർഡിൽ നിന്ന് ആരൊക്കെയോ പണമടങ്ങിയ ബാഗിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നിന്നു. അടുത്തെങ്ങും ആരുമില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം ഷൈനി ജനൽ വഴി അകത്തേക്ക് നോക്കി. അകത്ത് ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനുമായിരുന്നു. അവരെ ഷൈനി ആദ്യമായി കാണുകയാണ്. എങ്ങനെയെങ്കിലും ആ ക്യാഷ് കൈക്കലാക്കിയേ പറ്റൂ, ഷിബു ഉണ്ണി ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു. മിക്കവാറും അവളെ തട്ടേണ്ടി വരും. എന്നിട്ട് അവളുടെ ഡെഡ് ബോഡി ആ ബാഗിലാക്കി വല്ല കായലിലോ മറ്റോ കെട്ടിത്താഴ്ത്താം. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് കേട്ട് ഷൈനി ഞെട്ടി. കർത്താവേ, ഇവന്മാർ എന്നെ തട്ടുന്ന കാര്യമാണല്ലോ പറയുന്നത്, ഷൈനി ഭയത്തോടെ അടക്കം പറഞ്ഞു. 1ഉം 2ഉമല്ല, രൂപ 500 കോടിയായ ആ ബാഗിൽ, ഷിബു ഉണ്ണി പറഞ്ഞു. എന്നെ തട്ടുന്നതിന് മുമ്പ് നിന്നെയൊക്കെ ഞാൻ തട്ടും,
ഷൈനി പറഞ്ഞത് കേട്ട് ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും ജനലിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയതും ഷൈനി ഓടിക്കഴിഞ്ഞിരുന്നു. അവൾ ഓടിച്ചെന്ന് ചേച്ചിയും കൊച്ചിനെയും കൂട്ടി പുറത്തേക്ക് ഓടി. എന്താ കാര്യമെന്നറിയാതെ അവളുടെ ചേച്ചി വിരണ്ടു. എടി അതൊക്കെ പറയാം, നീ ഓട്ടോയിലേക്ക് കയറ്. ഷൈനി ഒച്ച വച്ചു. പുറത്തേക്ക് ഓടി വന്ന ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും ഒരു ഓട്ടോ പാഞ്ഞു പോകുന്നത് കണ്ടു. ഷിബു ഉണ്ണി ആ ഓട്ടോയുടെ നമ്പർ മനസ്സിൽ കുറിച്ചിട്ടു. ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറി ആ ഓട്ടോ നമ്പർ പരിശോധിച്ചു. ഷൈനി ജോൺ. ഇവൾ അഞ്ജലി സാബിൻ്റെ വലം കൈയാകാനാണ് സാധ്യത. ഒരു ഓട്ടോക്കാരിയുടെ വേഷത്തിൽ ഇവൾ നമ്മളെ ഫോളോ ചെയ്ത് വന്നതാ, ഷിബു ഉണ്ണി ഉറപ്പിച്ചു പറഞ്ഞു. ഇവളെ പൊക്കിയാൽ മറ്റവൾ കാശും കൊണ്ട് എങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ പറ്റും, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അത് ശരിയാണെന്ന അർത്ഥത്തിൽ ഷിബു ഉണ്ണി തലകുലുക്കി. ഇതേ സമയം പണി മുടങ്ങിക്കിടന്ന ഒരു ബിൽഡിങ്ങിൽ വെച്ച് അഞ്ജലി അഖിലും അരുൺകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 100 കോടി രൂപയുമായി അന്ന് രാത്രി തന്നെ അവരോട് മുംബൈയിലേക്ക് തിരിക്കാൻ അഞ്ജലി നിർദ്ദേശിച്ചു. ഈ ക്യാഷ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ്. എത്രയും വേഗം ബാബയുടെ മകനെ മോചിപ്പിക്കണം, അവൾ സൂചിപ്പിച്ചു. ഷൈനിയുടെ വീട് തേടിപ്പിടിച്ച് കൈപ്പട്ടൂരെത്തിയ ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും റഷീദ് റഹ്മാൻ്റെ കടയിൽ ചെന്ന് ഷൈനിയുടെ അഡ്രസ്സിലുള്ള ആ വീട് തിരക്കി. റഷീദ് റഹ്മാൻ എന്തോ അപകടം മണത്തു. ഷൈനി, നിന്നെ തിരക്കി ബോംബെയിൽ നിന്നൊരു ടീം ഇറങ്ങിയിട്ടുണ്ട്. അവരെൻ്റെ കടയിൽ വന്ന് നിന്നെക്കുറിച്ച് ചോദിച്ചു. ഞാൻ വഴിതെറ്റിച്ച് വിട്ടിട്ടുണ്ട്. അവർ പോയ ശേഷം റഷീദ് റഹ്മാൻ ഫോണിൽ ഷൈനിയെ വിളിച്ചറിയിച്ചു. അത് കേട്ട് ഷൈനി ഭയന്നു വിറച്ചു. നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ, റഷീദ് ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. റഷീദ്, പോലീസിൽ അറിയിച്ചാലോ? വേണ്ട, അത് കൂടുതൽ കുഴപ്പമാവും. ആ 500 കോടിക്ക് നീ സമാധാനം പറയേണ്ടി വരും. 500 കോടി കിട്ടിയതുമില്ല, വെട്ടിലാവുകയും ചെയ്തല്ലോ എൻ്റെ കർത്താവേ. ഫോൺ കോൾ അവസാനിപ്പിച്ച ശേഷം ഷൈനി സ്വയം പറഞ്ഞു. ശേഷം മുംബൈ ധാരാവി ചേരിയിലുള്ള ഒരു വീട്ടിൽ രൂപേഷ് ബാബയെ മാർവാടി അവസാനമായി വിളിച്ച് ഭീഷണിപ്പെടുത്തി. ബാബ, നിങ്ങൾക്ക് ഞാൻ തന്ന സമയം ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കുകയാണ്. തൻ്റെ മകനും സോറി. നാളെ മോർണിംഗിൽ അവൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും മുംബൈ നഗരം കാണാൻ പോകുന്നത്. മാർവാടിയുടെ ശബ്ദം ബാബയുടെ കാതുകളിൽ പെരുമ്പറ മുഴക്കിക്കൊണ്ടിരുന്നു. അയാൾ ഫോണെടുത്ത് അഞ്ജലിയെ വിളിച്ചു. ഇന്ന് രാത്രി 12 മണിവരെ സമയമുണ്ടല്ലോ ബാബ. 11:50 ഫ്ലൈറ്റിൽ അഖിലും അരുൺകൃഷ്ണനും പണവുമായി അവിടെ ലാൻഡ് ചെയ്തിരിക്കും. അഞ്ജലിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ബാബയ്ക്ക് ആശ്വാസമായി. സൂക്ഷിക്കണം, അന്ധേരി ബാബുവിൻ്റെ ആൾക്കാർ തക്കം പാർത്തിരിക്കുകയാണ്, ബാബ ഓർമ്മപ്പെടുത്തി. അഞ്ജലി ഒന്ന് മിതമായി ചിരിക്കുക മാത്രം ചെയ്തു. റഷീദ് റഹ്മാൻ ഷൈനിയുടെ വീട് തെറ്റിച്ച് പറഞ്ഞത് പ്രകാരം ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും എത്തിച്ചേർന്നത് ഡാൻസ് ടീച്ചറായ ശരണ്യയുടെ വീട്ടിലായിരുന്നു. ഷൈനി എന്നൊരാളെ തനിക്ക് അറിയില്ലെന്ന് ശരണ്യ പറഞ്ഞു. എടാ, അവൻ നമ്മളെ വഴിതെറ്റിച്ച് വിട്ടതാ. അവനും അഞ്ജലി സാബിൻ്റെ ആളാ. ഐ ആം ഷുവർ. വാ, അവനെ ശരിക്കൊന്ന് കുടഞ്ഞിട്ട് തന്നെ കാര്യം. ഷിബു ഉണ്ണി ഉണ്ണികൃഷ്ണനോട് പറഞ്ഞിട്ട് വേഗം കാറിനടുത്തേക്ക് നടന്നു. തിരിച്ചു വന്ന ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും ചേർന്ന് റഷീദ് റഹ്മാനെ തട്ടിക്കൊണ്ടുപോയി. അത് കണ്ട് അടുത്ത കടക്കാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. തൻ്റെ സ്റ്റേഷൻ പരിധിയിൽ ആദ്യമായൊരു കിഡ്നാപ്പ് നടന്നതിൻ്റെ സന്തോഷത്താൽ SI വിജേഷ് തുള്ളിച്ചാടി. കാരണം അയാളൊരു പ്രമോഷൻ കാത്ത് കഴിയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. മാത്രവുമല്ല, നല്ലൊരു കേസ് ഇതുവരെ വന്ന് പെട്ടിട്ടുമില്ല. മോചനദ്രവ്യം ആവശ്യപ്പെട്ട കിഡ്നാപ്പേഴ്സ് ഇപ്പോൾ വിളി തുടങ്ങും. ഇർഷാദെ, ജീപ്പ് എടുക്ക്, വിജേഷ് പോലീസ് ഡ്രൈവറോട് ആജ്ഞാപിച്ചു. നല്ല ഇടി കിട്ടിയപ്പോൾ റഷീദ് റഹ്മാൻ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഷിബു ഉണ്ണിയോട് തുറന്നു പറഞ്ഞു. ആ ക്യാഷ് ഏതോ കള്ളന്മാർ അന്ന് രാത്രി തന്നെ അടിച്ചുകൊണ്ടുപോയി സാറന്മാരെ, റഷീദ് റഹ്മാൻ കരച്ചിലോടെ പറഞ്ഞു. കൂടുതലൊന്നും എനിക്കറിയാൻ മേല, എല്ലാം അവൾ ഒരുത്തി. ആ ഷൈനി വരുത്തി വെച്ച വിനയ. ഞാൻ നിരപരാധിയാണേ. റഷീദ് പറഞ്ഞു തീർന്നതും ഷിബു ഉണ്ണി അയാളുടെ തലയിൽ ബിയർ കുപ്പി കൊണ്ട് ഒറ്റ അടി കൊടുത്തു. പിന്നീട് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നതിനിടയിൽ അഖിലും അരുൺകൃഷ്ണനും ഷിബു ഉണ്ണിയുടെ കണ്ണിൽപ്പെട്ടു. അവരെ ഫോളോ ചെയ്ത് ചെന്ന് ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും പിടികൂടി. രഹസ്യ സങ്കേതത്തിൽ വെച്ച് അഖിലിനെ കൊണ്ട് ഷിബു ഉണ്ണി അഞ്ജലി സാബിനെ വിളിപ്പിച്ചു. സാബേ, നമ്മുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു. ഞാനിപ്പോൾ ഏതോ ഒരു ഷിബു ഉണ്ണിയുടെ കസ്റ്റഡിയിലാണ്, അവൻ പറഞ്ഞു. രൂപേഷ് ബാബയുടെ മകനെ രക്ഷിക്കാനാണ് ഞാനും അരുൺകൃഷ്ണനും ഈ 100 കോടി രൂപയും കൊണ്ട് മുംബൈയിലേക്ക് പോകുന്നതെന്ന രഹസ്യം ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല സാബേ, അഖിൽ പറഞ്ഞു. എത്ര ഇടി കൊണ്ടാലും ഞങ്ങൾ ആ രഹസ്യം ഇവനോട് പറയില്ല സാബേ, ഫോൺ വാങ്ങി അരുൺകൃഷ്ണൻ അഞ്ജലിയോട് പറഞ്ഞു. ഷിബു ഉണ്ണിയുടെ പൊട്ടിച്ചിരി അഞ്ജലി കേട്ടു. കഴുതകൾ, അഞ്ജലി അടക്കം പറഞ്ഞു. എല്ലാത്തിനും കാരണം ആ 500 കോടിയാണ്. റഷീദ് റഹ്മാൻ്റെ വീട്ടിലെത്തി വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടിരുന്ന SI വിജേഷിനോട് ഷൈനി അറിയാതെ പറഞ്ഞുപോയി. ഏത് 500 കോടി? SIയുടെ ചോദ്യം കേട്ട് ഷൈനി വിരണ്ടു. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക, കുട്ടി എന്തോ ഒളിക്കുന്നുണ്ട്, വിജേഷ് പറഞ്ഞത് കേട്ട് ഷൈനി അവിടെ നിന്നവരെയെല്ലാം ഭീതിയോടെ നോക്കി. ഒന്നുമില്ല സാർ, അവൾ പറഞ്ഞു. നോ, കുട്ടിക്ക് അറിയാം റഷീദ് റഹ്മാൻ എവിടെയുണ്ടെന്ന്. കുട്ടിക്ക് നന്നായിട്ടറിയാം. അത് പറയാതെ ഞാൻ വിടില്ല. ഇതെൻ്റെ പ്രമോഷൻ്റെ കൂടി കാര്യമാണ്, വിജേഷ് ഒച്ച വെച്ചു.
പെട്ടെന്ന് ഷൈനി ഓടിപ്പോയി റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന അവളുടെ ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു. SI വിജേഷും സംഘവും ഷൈനിയുടെ പുറകെ പാഞ്ഞു. അപ്പോൾ ഷൈനിയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും. പാഞ്ഞു വന്ന ഷിബു ഉണ്ണിയുടെ കാറിൽ ഇടിക്കാതെ ഷൈനി ഓട്ടോ വെട്ടിച്ചു പോയി. ദോ അവള്, ഉണ്ണികൃഷ്ണൻ ഷിബു ഉണ്ണിയോട് വിളിച്ചു പറഞ്ഞു. ഷിബു ഉണ്ണി പെട്ടെന്ന് കാർ തിരിച്ച് ഓട്ടോയ്ക്ക് പിറകെ വിട്ടു. ഷൈനിയുടെ ഓട്ടോ മിന്നൽ വേഗത്തിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. ഇതേ സമയം അഞ്ജലി മച്ചിൻപുറത്ത് കയറി ബാഗിൽ നിന്ന് 100 കോടി രൂപ എടുത്ത് മറ്റൊരു ബാഗിലാക്കി. എന്നിട്ട് ട്രാവൽ ഏജൻസിയിൽ വിളിച്ച് മുംബൈയിലേക്ക് ഒരു എമർജൻസി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അച്ഛൻ്റെ ട്രങ്ക് പെട്ടിയിൽ നിന്ന് നാടകത്തിൻ്റെ സാമഗ്രികൾ വലിച്ചിട്ട് ചികഞ്ഞി പെറുക്കി ഒരു വിഗും മീശയും അവൾ കൈക്കലാക്കി. വൈകാതെ തലശ്ശേരിയിലെ ട്രാവൽ ഏജൻസിയിൽ ചെന്ന് ടിക്കറ്റും വാങ്ങി. കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യേ അഞ്ജലി വിഗും മീശയും വെച്ച് ആൺവേഷം കെട്ടി. പെട്ടെന്ന് ഷിബു ഉണ്ണിയുടെ കണ്ണിൽപ്പെടാതിരിക്കാനുള്ള ഒരു സൂത്രമായിരുന്നു അത്. എന്നിട്ട് അവൾ സ്കോർപിയോ എടുത്ത് എയർപോർട്ടിലേക്ക് കത്തിച്ചു വിട്ടു. കാറിലിരുന്ന് അഞ്ജലി മാർവാടിയെ വിളിച്ചു. തൻ്റെ ഘടികാരത്തിലെ മണി 12 അടിക്കുമ്പോൾ താൻ ആവശ്യപ്പെട്ട ക്യാഷുമായി ഞാൻ വന്നിരിക്കും, അഞ്ജലി പറഞ്ഞു. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം, മാർവാടി പറഞ്ഞു. ഷിബു ഉണ്ണിയുടെ കാർ ഓട്ടോയുടെ പിന്നിൽ ഇടിച്ചതും നിയന്ത്രണം വിട്ട ഓട്ടോ പാഞ്ഞു ചെന്ന് ഒരു ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. പക്ഷേ ഷൈനി അതിനു മുമ്പ് ഓട്ടോയിൽ നിന്നും പുറത്തേക്ക് ചാടിക്കഴിഞ്ഞിരുന്നു. ആ രംഗം ജീപ്പിൽ പാഞ്ഞു വന്ന SI വിജേഷ് കണ്ടു ഞെട്ടി. ഇർഷാദേ, ഇവന്മാരാരാ? അമ്പരപ്പോടെ വിജേഷ് തിരക്കി. വല്ല CIDകളോ മറ്റോ ആണോ? ഇർഷാദ് സംശയം പങ്കുവച്ചു. റോഡിൽ വീണ് ഉരുണ്ടുപോയ ഷൈനി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓടി. കാറിൽ നിന്ന് ചാടി ഇറങ്ങിയ ഷിബു ഉണ്ണി അവളുടെ പുറകെ കുതിച്ചു. ഉണ്ണികൃഷ്ണൻ കാർ അവരുടെ പിറകെ വിട്ടു. ഇർഷാദേ, ഫോളോ ദം, വിജേഷ് അലറി. പക്ഷെ മുന്നോട്ട് പോയി ജീപ്പ് പെട്ടെന്ന് എൻജിൻ ഓഫായി നിന്നുപോയി. ഇർഷാദേ, വിജേഷ് വെമ്പിരി കൊണ്ടു. ഇർഷാദ് കീ തിരിച്ച് വശം കെട്ടു. ജീപ്പിൻ്റെ എൻജിൻ സ്റ്റാർട്ടായി പെട്ടെന്ന് ഓഫായി പോയിക്കൊണ്ടിരിക്കുന്നു. വിജേഷ് തലയ്ക്ക് കൈകൊടുത്ത് ക്ഷമ നശിച്ചിരുന്നു. പെട്ടെന്ന് ജീപ്പ് സ്റ്റാർട്ടായപ്പോൾ SI പൊട്ടിച്ചിരിച്ചു. ഇർഷാദ് ജീപ്പ് ഷിബു ഉണ്ണിയുടെ കാർ പോയ വഴിയെ കത്തിച്ചു വിട്ടു. ഷൈനി ഓടി ഓടി ഒരു പഴയ ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി. അവൾ പരിസരമാകെ ഒന്ന് വീക്ഷിച്ച ശേഷം ആ ബംഗ്ലാവിനുള്ളിൽ കയറി ഒളിച്ചു. ആ ബംഗ്ലാവിനുള്ളിൽ ബന്ദിയാക്കപ്പെട്ട നിലയിൽ റഷീദ് റഹ്മാനെ കണ്ട ഷൈനി ഞെട്ടിപ്പോയി. നിന്നെയും അവർ തട്ടിക്കൊണ്ടുവന്നോ? റഷീദ് റഹ്മാൻ്റെ ചോദ്യം കേട്ട് ഷൈനി അമ്പരന്നു. വേഗം ഈ കെട്ടഴിക്ക്, റഷീദ് ധൃതി വച്ചു. ഷൈനി റഷീദിൻ്റെ കയ്യിലെ കെട്ടുകൾ അഴിക്കാൻ തുടങ്ങിയതും അവൾക്ക് നേരെ ഒരു വലിയ സ്പാനർ പാഞ്ഞു വന്നു. തലയ്ക്ക് ശക്തിയായി സ്പാനർ വന്നുകൊണ്ട് ഷൈനി ബോധം കെട്ട് മറിഞ്ഞു വീണു. അപ്പോൾ ഷിബു ഉണ്ണിയുടെ പൊട്ടിച്ചിരി അവിടെ ആകെ പ്രകമ്പനം കൊണ്ടു. പക്ഷെ പെട്ടെന്നൊരു വെടിവെച്ച കേട്ട് ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും ഞെട്ടിത്തിരിഞ്ഞതും വിജേഷ് അവർക്ക് നേരെ കുതിച്ചു ചാടിച്ചെന്ന് അവരെ ഇടിച്ച് വീഴ്ത്തിക്കഴിഞ്ഞിരുന്നു. പൊരിഞ്ഞ ഇടിയായിരുന്നു പിന്നെ നടന്നത്. ബോധം തിരിച്ചു കിട്ടിയ ഷൈനി ഭയന്നു വിറച്ചു. ഷിബു ഉണ്ണി നിലത്ത് കിടന്ന ആ സ്പാനർ എടുത്ത് വിജേഷിന് നേർക്ക് ആഞ്ഞു വീശി. പെട്ടെന്ന് വിജേഷ് ഒഴിഞ്ഞു മാറിയിട്ട് ചാടി ഭിത്തിയിൽ ചവിട്ടി മറ്റേ കാൽ കൊണ്ട് ഷിബു ഉണ്ണിയെ പ്രഹരിച്ചു. ഷിബു ഉണ്ണി ദൂരേക്ക് തെറിച്ചുപോയി. ഇതേസമയം ഇർഷാദ് ഉണ്ണികൃഷ്ണനെ ഇടിച്ചു പിഴിഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ SI ഈഗിൾ വിജേഷിന്റെ സ്റ്റേഷൻ പരിധിയിൽ കിടന്ന് കിഡ്നാപ്പ് നടത്താൻ നിനക്കൊക്കെ എങ്ങനെയാടാ ധൈര്യം വന്നത്? ഷിബു ഉണ്ണിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അയാളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി വിജേഷ് ആക്രോശിച്ചു. പറയടാ, എന്താ നിന്റെയൊക്കെ പ്ലാൻ? വിജേഷ് കണ്ണുരുട്ടിക്കൊണ്ട് ഷിബു ഉണ്ണിയോട് ചോദിച്ചു. ഷിബു ഉണ്ണി ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. പെട്ടെന്ന് വിജേഷ് മുട്ടുകാൽ കൊണ്ട് ഷിബുവിൻ്റെ നാഭിക്ക് ഒന്ന് താങ്ങി. അയാൾ അലറി. പറഞ്ഞോ, ഇല്ലേൽ പണി പാളും, വിജേഷ് സൂചിപ്പിച്ചു. പറയുകയല്ലാതെ ഷിബു ഉണ്ണിക്ക് വേറെ വഴികളില്ലായിരുന്നു. 500 കോടിയോ? എവിടെയവൾ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിജേഷ് ഞെട്ടലോടെ ഷിബു ഉണ്ണിയോട് ചോദിച്ചു. അവൾ എവിടെയെന്ന് ഇവർക്കറിയാം. ഇവർ അഞ്ജലി സാബിൻ്റെ ആളുകളാണ്. ഷിബു ഉണ്ണി ഷൈനിയുടെയും റഷീദ് റഹ്മാൻ്റെയും നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യോ അല്ല, ഷൈനിയും റഷീദും ഒരേപോലെ പറഞ്ഞു. കരിമ്പടൻ കാവിൻ്റെ മുന്നിൽ കിടന്ന് ആ ബാഗ് എനിക്ക് കിട്ടിയെന്നുള്ളത് നേരാ. ഞാൻ ആ ബാഗ് വീട്ടിലെ വിറകുപുരയിൽ കൊണ്ടുവച്ചതും നേരാ. പിന്നെ ആ ബാഗ് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. ഞാൻ നിരപരാധിയാണ് സാർ. ഇതിന് പിന്നിലൊരു ഗ്യാങ് ഉണ്ടെന്ന് ഇപ്പോഴാണ് സാറേ അറിയുന്നത്, ഷൈനി ഭീതിയോടെ വിജേഷിനോട് പറഞ്ഞു. മിക്കവാറും അവൾ ആ കാവിൽ ബാഗ് ഒളിപ്പിച്ചിട്ടുണ്ടാവും, വിജേഷ് ഉറപ്പോടെ പറഞ്ഞു. അത് കേട്ട് ഷിബു ഉണ്ണിയുടെയും ഉണ്ണികൃഷ്ണൻ്റെയും ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. ഇർഷാദേ, ഇവൻ്റെയും അവൻ്റെയും കൈകൂട്ടി വിലങ്ങ് വയ്ക്ക്. SI അത് പറഞ്ഞപ്പോൾ ഷിബു ഉണ്ണിയുടെയും ഉണ്ണികൃഷ്ണൻ്റെയും മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി മാഞ്ഞു. ഇർഷാദ് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് വിലങ്ങെടുത്ത് അവരുടെ കൈകൾ തമ്മിൽ ബന്ധിച്ചു. പെട്ടെന്ന് പോലീസ് വാഹനങ്ങൾ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു. വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങിയ പോലീസുകാർ ബംഗ്ലാവിനുള്ളിലേക്ക് കുതിച്ചു. ഇവരെല്ലാം പൊക്കിക്കോ, പോലീസുകാരോട് വിജേഷ് നിർദ്ദേശിച്ചു. ഇതേസമയം 11:50 മുംബൈ എയർപോർട്ടിൽ വന്നിറങ്ങിയ അഞ്ജലി സാബ് ഒരു ടാക്സി പിടിച്ച് മാർവാടിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കുതിച്ചു. അപ്പോൾ കസേരയിൽ കൈ പുറകോട്ട് കെട്ടിയ നിലയിലിരുന്ന ജിഷ്ണുവിനെ നേർക്ക് തോക്ക് ചൂണ്ടി മാർവാടിയുടെ നിർദ്ദേശം കാത്ത് അയാളുടെ ഗുണ്ട നിറയൊഴിക്കുവാനായി കാത്തു നിൽക്കുകയായിരുന്നു. ജിഷ്ണുവിൻ്റെ മുന്നിലിരുന്ന മാർവാടി
ഭിത്തിയിലെ ക്ലോക്കിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ജിഷ്ണുവും ഭയത്തോടെ ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. തും കഹാ ജാ രഹാ ഹേ? അഞ്ജലി പറഞ്ഞ റൂട്ടിലല്ല കാർ ഓടുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾ ഡ്രൈവറോട് ദേഷ്യത്തോട് ചോദിച്ചു. അത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ചിന്താ മത് കരോ മാഡം, ചിരിക്കിടയിൽ അയാൾ പറഞ്ഞു. സ്റ്റോപ്പ് ദ കാർ, അഞ്ജലി ഗർജിച്ചു. അയാൾ വീണ്ടും ചിരിച്ചു. ഐ വിൽ ഷൂട്ട് യു, സ്റ്റോപ്പ് ദ കാർ. പെട്ടെന്ന് അഞ്ജലി ഗണ്ണെടുത്ത് അയാളുടെ തലയ്ക്ക് പിന്നിൽ മുട്ടിച്ചുകൊണ്ട് അടക്കം പറഞ്ഞു. ഭിത്തിയിലിരുന്ന ക്ലോക്കിൽ മണി 12 അടിക്കാൻ തുടങ്ങിയപ്പോൾ ജിഷ്ണുവിൻ്റെ ഹൃദയം പടപടാന്ന് ഇടിക്കുവാൻ തുടങ്ങി. മാർവാടിയുടെ ചുണ്ടിൽ പൈശാചികമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ജിഷ്ണു അരവിന്ദിൻ്റെ കണ്ണുകളിൽ ഭയം ഉറഞ്ഞുകൂടി. ബോസിൻ്റെ നിർദ്ദേശം കിട്ടിയാൽ ഉടനെ ജിഷ്ണുവിനെ വെടിവെക്കാനായി ഗുണ്ടയുടെ കൈകൾ തരിച്ചുകൊണ്ടിരുന്നു. സാർ, അഞ്ജലി സാബിൻ്റെ സംഘത്തിലുള്ള 2 പേർ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവരെ കൂടെ അറസ്റ്റ് ചെയ്യൂ, ഉണ്ണികൃഷ്ണൻ SI വിജേഷിനോട് പറഞ്ഞു. വിജേഷ് അമ്പരന്നു. എവിടെ അവർ? വിജേഷ് ഉച്ചത്തിൽ തിരക്കി. അവരെ മുകളിലെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, ഷിബു ഉണ്ണി പറഞ്ഞു. വിജേഷ് പോലീസുകാരോട് നിർദ്ദേശിച്ചതും അവർ മുകളിലേക്കുള്ള ഗോവണി കയറി ഓടി. നിമിഷങ്ങൾക്കുള്ളിൽ പോലീസുകാർ അഖിലിനെയും അരുൺകൃഷ്ണനെയും പിടിച്ചുകൊണ്ടുവന്നു. ഇതേസമയം ഷൂട്ട് ഹിം, മാർവാടി ഗുണ്ടയോട് ആജ്ഞാപിച്ചു. പക്ഷേ പൊട്ടിയത് അഞ്ജലിയുടെ കയ്യിലിരുന്ന തോക്കായിരുന്നു. വെടികൊണ്ട് ഗുണ്ടയുടെ കയ്യിലിരുന്ന ഗൺ തെറിച്ചുപോയി. എടാ മാർവാടി തെണ്ടി, ക്യാഷുമായി വരുമെന്ന് പറഞ്ഞത് അഞ്ജലി സാബാണ്. ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാ, അത് തെറ്റില്ല. ആ കാർ ഡ്രൈവറുടെ ബോഡി റെയിൽവേ ട്രാക്കിൽ തള്ളാൻ പോയതുകൊണ്ടാണ് അല്പം ലേറ്റായത്. അഞ്ജലി അത്രയും പറഞ്ഞിട്ട് കയ്യിലിരുന്ന വലിയ ബാഗ് മാർവാടിയുടെ അടുത്തേക്ക് നീക്കിയിട്ടു. ദാ ക്യാഷ്, അവനെ മോചിപ്പിക്കും, അഞ്ജലി പറഞ്ഞു. ഉസെ മുക്ത് കരോ, മാർവാടി ഉടനെ ഗുണ്ടയോട് നിർദ്ദേശിച്ചു. അവൻ വേഗം ജിഷ്ണുവിൻ്റെ കെട്ടുകൾ അഴിച്ചു. പറഞ്ഞ കാശുണ്ടോ എന്ന് നോക്കടോ, അഞ്ജലി മാർവാടിയോട് പറഞ്ഞു. ഞാൻ സാബിനെ വിശ്വസിക്കുന്നു, നിങ്ങൾ പൊയ്ക്കോളൂ. അഞ്ജലി ജിഷ്ണുവിനെയും കൂട്ടി വേഗം പുറത്തേക്ക് നടന്നു. അപ്പോൾ മാർവാടിയുടെ റൂമിൽ വലിയൊരു സ്ഫോടനം നടന്നത് കണ്ട് ജിഷ്ണു ഞെട്ടലോടെ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അഞ്ജലി, എന്താ അത്? അഞ്ജലിയുടെ പുറകെ ഓടി വന്ന് ജിഷ്ണു ഭീതിയോടെ അവളോട് ചോദിച്ചു. ആ ബാഗിൽ ക്യാഷ് അല്ലായിരുന്നു, ബോംബായിരുന്നു, അവൾ പറഞ്ഞു. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ വിജേഷ് അഖിലിനെയും അരുൺകൃഷ്ണനെയും ഇടിച്ചു ചതയ്ക്കുകയായിരുന്നു. ഇല്ല സാറേ, ചത്താലും ഞങ്ങൾ അഞ്ജലി സാബ് 100 കോടിയുമായി ബോംബെക്ക് പോയ കാര്യം പറയില്ല, അഖിൽ ഇടികൊണ്ട് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു. നിന്നെയൊക്കെ പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അലറിക്കൊണ്ട് വിജേഷ് ഇടി തുടങ്ങി. അരുണേ, ചാകേണ്ടി വന്നാലും ഒരക്ഷരം മിണ്ടരുത് ബ്രോ. ആ മാർവാടിയുടെ കയ്യിൽ നിന്നും രൂപേഷ് ബാബയുടെ മകനെ രക്ഷിക്കാനാ സാബ് പോയത്. ഇവരതറിഞ്ഞാൽ സാബിൻ്റെ പ്ലാൻ തകർക്കും, അഖിൽ അരുൺകൃഷ്ണനോട് പറഞ്ഞു. ഇല്ല ബ്രോ, ഞാൻ പറയില്ല. അന്തരി ബാബുവിനെ സാബ് കൊന്ന കാര്യം മുംബൈ പോലീസ് ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ, അതുപോലെ ഇതും ഞാൻ പറയില്ല. അരുൺകൃഷ്ണൻ പറഞ്ഞത് കേട്ട് വിജേഷ് അഖിലിനെ വിട്ടിട്ട് അരുൺകൃഷ്ണനിട്ട് ഇടി തുടങ്ങി. ഇതെല്ലാം കണ്ടും കേട്ടും ഷിബു ഉണ്ണിയും ഉണ്ണികൃഷ്ണനും അന്തം വിട്ട് നിന്നതേയുള്ളൂ. പറയടാ, അഞ്ജലി എവിടെയാ? പറയാൻ വിജേഷ് അലറി. സാറേ, അഞ്ജലി സാബ് ബോംബെയിലുണ്ട്. ഏതോ രൂപേഷ് ബാബയുടെ മകനെ രക്ഷിക്കാൻ അവൾ 100 കോടി രൂപയുമായി പോയേക്കുക. സെല്ലിൽ കിടന്ന റഷീദ് റഹ്മാൻ വിജേഷിനോട് വിളിച്ചു പറഞ്ഞു. വിജേഷ് സെല്ലിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് സെൽ തുറന്ന് റഷീദ് റഹ്മാനെ കുനിച്ചു നിർത്തി കൈമുട്ടുകൊണ്ട് അയാളുടെ മുതുകത്ത് ഇടിക്കുവാൻ തുടങ്ങി. നിനക്കെല്ലാം അറിയാമായിരുന്നു അല്ലേടാ, എന്നിട്ട് നല്ല പുള്ള ചമഞ്ഞ് നിൽക്കുന്നു, വിജേഷ് ഗർജിച്ചു. സാർ, ഇവന്മാർ വിളിച്ചു പറഞ്ഞത് സാർ കേട്ടില്ലേ? റഷീദിനെ വിട്, ഷൈനി ഒച്ച വെച്ചു. പെട്ടെന്ന് അവിടേക്ക് SP കൃഷ്ണ കയറി വന്നു. എന്താടോ ഇവിടെ? താൻ ഏതോ ടെററിസ്റ്റിനെ പിടിച്ചെന്നൊക്കെ കേട്ടല്ലോ, SP ചോദിച്ചു. ഇവരാണ് സാർ, വിജേഷ് പറഞ്ഞു. പെട്ടെന്ന് അഖിലിൻ്റെ ഫോൺ റിങ് ചെയ്തു. സാബേ, ഞങ്ങളെ പോലീസ് പിടിച്ചു, അഖിൽ പറഞ്ഞു. ഞാൻ ഉടനെത്തും, ഡോൺ വെറി, ഓക്കെ, അഞ്ജലി പറഞ്ഞു. പിറ്റേന്ന് അഞ്ജലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. സാർ, ഞാൻ ഇവരെ കൊണ്ടുപോകാനാണ് വന്നത്, വിജേഷ് SIയുടെ മുന്നിലിരുന്ന് അഞ്ജലി പറഞ്ഞു. SI തലകുലുക്കി. പക്ഷേ നിങ്ങളെ കൊണ്ടുപോകാനാണ് അവർ വന്നത്, വിജേഷ് പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ അഞ്ജലി പുറകോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ 2 അപരിചിതരെ കണ്ട് അഞ്ജലി നെറ്റി ചുളിച്ചു. വി ആർ ഫ്രം മുംബൈ പോലീസ്, ശിവ അഞ്ജലിയോട് പറഞ്ഞു. അഞ്ജലി സാബ് ഞെട്ടി. ഹായ് അഞ്ജലി, അന്തരി ബാബുവിനെ വകവരുത്തി 500 കോടി കവർന്ന കേസിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. പിന്നെ ആ മാർവാടിയുടെ മർഡറിന് പിന്നിലും നിങ്ങൾ തന്നെയായിരിക്കുമല്ലോ. അഞ്ജലി ടോണിയെ രൂക്ഷമായൊന്ന് നോക്കി. എവിടെയാ ആ പണം? ശിവ ചോദിച്ചു. ദേശത്തെ കരിമ്പടൻ കാവിൽ, അഞ്ജലി പറഞ്ഞത് കേട്ട് ശിവ മിതമായി ചിരിച്ചു. അന്ന് രാത്രി അഞ്ജലിയെയും കൂട്ടി ശിവയും ടോണിയും വിജേഷും കരിമ്പടൻ കാവിലെത്തി. അവർ കാവിൽ ക്യാഷ് തിരയാൻ തുടങ്ങി. അഞ്ജലിയുടെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങാൻ തുടങ്ങിയത് പെട്ടെന്നായിരുന്നു. പിന്നിൽ ഒരു മുരൾച്ച കേട്ട് തിരിഞ്ഞു നോക്കി അവർ ഞെട്ടി. പിന്നിലൊരു ചൂട്ടും പിടിച്ച് പൈശാചികമായ ചിരിയോടെ അഞ്ജലി നിൽക്കുന്നു. അപ്പോൾ ശക്തമായ കാറ്റ് കരിമ്പടൻ കാവിനെ പിടിച്ചുലയ്ക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് അഞ്ജലി ചൂട്ടുകൊണ്ട് ശിവയെ അടിച്ചു വീഴ്ത്തി. പാഞ്ഞു വന്ന ടോണിയെ അവൾ കാലുയർത്തി ചവിട്ടിമറിച്ചു. വിജേഷിനെ അവൾ കഴുത്തിൽ തൂക്കിയെടുത്ത് മുകളിലേക്ക് കറക്കി എറിഞ്ഞു. അഞ്ജലിയുടെ വായിൽ നിന്ന് കൂർത്ത പല്ലുകൾ പുറത്തേക്ക് നീണ്ടു വന്നത് കണ്ട് ശിവയും ടോണിയും ഭയന്നോടി. അവരുടെ പുറകെ അഞ്ജലി കുതിച്ചു പാഞ്ഞു. ഓടുന്നതിനിടയിൽ അഞ്ജലി ആനയുടെ രൂപം പ്രാപിച്ചു. വഴിമധ്യേ ഒരു മരത്തിൻ്റെ വേരിൽ തട്ടി വീണ ശിവയുടെ നെഞ്ചിൽ
ആന ഒരലർച്ചയോടെ ചവിട്ടി. ഇതേസമയം യഥാർത്ഥ അഞ്ജലി സാബും അഖിലും അരുൺ കൃഷ്ണയും പണവുമായി മുംബൈ അധോലോകത്തേക്ക് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ടോണിയെ ആന തുമ്പിക്കൈ കൊണ്ട് ആഞ്ഞടിച്ചു. അയാൾ തെറിച്ചുപോയി ഒരു മരത്തിൽ ഇടിച്ചു വീണു. ഓടിവന്ന ആന അയാളുടെ നെഞ്ചിലേക്ക് കൊമ്പുകൾ കുത്തിയിറക്കി. അഞ്ജലി സാബാണ് കാവിലെ ആ 2 കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് SI വിജേഷ് SP കൃഷ്ണയോട് പറഞ്ഞു. പക്ഷേ SP അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അഞ്ജലി ഇപ്പോൾ മുംബൈയിലാണ്, പിന്നെങ്ങനെ അവർ മർഡർ നടത്തും? ഡോണ്ട് വെറി, അവളെ പിടികൂടാൻ കേരള പോലീസും മുംബൈ പോലീസും വലവിരിച്ചു കഴിഞ്ഞു, SP പറഞ്ഞു. ഒരു കോളേജ് ക്ലാസ് റൂം. 100 വർഷം പഴക്കമുള്ള കഥയാണ്. മലയൻ്റെ മകളായ കുഞ്ഞിപ്പെണ്ണ് ദേശത്തെ ഇളയ തമ്പുരാനിൽ നിന്ന് ഗർഭം ധരിച്ചു. ഇളയ തമ്പുരാൻ്റെ അച്ഛനും ജ്യേഷ്ഠന്മാരും ചേർന്ന് അവളുടെ വയറ് തുരന്ന് കുട്ടിയെ പുറത്തെടുത്ത് ഒരു കരിമ്പടത്തിൽ പൊതിഞ്ഞ് ആ കാവിരിക്കുന്ന സ്ഥലത്ത് കുഴിച്ചു മൂടിയത്രേ. ആ കുട്ടിയുടെ ദുരാത്മാവ് തമ്പ്രാക്കന്മാരെയെല്ലാം കൊന്ന് ചോര കുടിച്ചു. മലയൻ്റെ വംശം പിന്നീട് അവിടെ ഒരു കാവ് പണിത് രക്ഷസിനെ കുടിയിരുത്തി ആരാധന തുടങ്ങുകയും ചെയ്തു. ആ രക്ഷസാണ് കരിമ്പടൻ എന്നറിയപ്പെടുന്നത്. ജയശങ്കർ സാർ പറഞ്ഞു നിർത്തി. സാർ, ഈ കരിമ്പടൻ ശരിക്കുമുള്ളതാണോ? റോഷൻ ചോദിച്ചു. എല്ലാം വെറും കെട്ടുകഥകൾ. കാട്ടാന ഉള്ള കാടല്ലേ. ഇന്നലെ 2 പേരെ ആന കൊന്നു. അത് കരിമ്പടൻ്റെ പണിയാണെന്ന് പറയാൻ ചിലരൊക്കെ കാണുമെന്നേ, ജയശങ്കർ സാർ ചിരിയോടെ പറഞ്ഞു. മുംബൈ. രൂപേഷ് ബാബയുടെ സങ്കേതത്തിലേക്ക് ആ വലിയ ബാഗ് അഖിലും അരുൺ കൃഷ്ണനും താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു. ബാഗ് തുറന്നതും എല്ലാവരും ഞെട്ടിപ്പോയി. ബാഗിനുള്ളിൽ ഒരു ആട്ടുകല്ല്. എവിടെ ക്യാഷ്? അഞ്ജലി അഖിലിനോടും അരുൺ കൃഷ്ണനോടും ചോദിച്ചു. അവർ മുഖത്തോട് മുഖം നോക്കി സ്തംഭിച്ചു നിന്നു. അപ്പോൾ അങ്ങ് ദൂരെ കൊച്ചാപ്പൻ്റെ പഴയ കൊപ്ര ഗോഡൗണിലിരുന്ന് ഷൈനി ജോൺ പൊട്ടിച്ചിരിക്കുന്നത് ആരറിയാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ത്രസിപ്പിക്കുന്ന കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.